കർത്താവ് വരികയാണ്. പരിശുദ്ധ പരമദീശോ വരികയാണ്. നിത്യമുടമ്പടിയായ ദിവ്യകൃപാന നിന്റെ മുന്നിലേക്ക് എഴുന്നള്ളി വരികയാണ്. യേശുവേ എന്ന് വിളിക്കട്ടെ. ചേർന്ന് പാടാം. എല്ലാവരും കരങ്ങൾ വീശി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും കേട്ട സാക്ഷ്യങ്ങളെ ഓർക്കുന്നു, ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ രക്ഷിക്കണമേ. കരങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് ആരാധിച്ചിടും ഞാൻ എന്നാഥനേശുവേ. നീ മാത്രമെൻ നാഥൻ ദിവ്യകാരുണ്യമേ. കരങ്ങൾ യേശുവിലേക്ക് നീട്ടിക്കൊണ്ട് നീ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ വീശി ആരാധന ആരാധന പാടാം. ആരാധന 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 മിശിഹായേ നിൻ വഴിയിൽ ഞാനണയാം ഇനിമേൽ. ചേർന്ന് പാടാം. മിശിഹായേ നിൻ വഴിയിൽ ഞാനണയാം ഇനിമേൽ. കരങ്ങൾ വീശി ആരാധന 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 ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധ മൗഴീസോട് ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കള് ഉടമ്പടി പുതുക്കിയപ്പോൾ സമർപ്പിച്ച നിയോഗങ്ങള്, കൃപാസനത്തില് ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥി നിയോഗങ്ങള്, ബഹുമാനപ്പെട്ട ജോസഫത്തിനെ കണ്ട നിയോഗങ്ങള് സമർപ്പിച്ചിട്ടുള്ളവര്, ജീവിത സങ്കടങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവര്, ദുഃഖ ദുരിതങ്ങളിലും കടഭാരങ്ങളിലും കഴിയുന്നവര്, ജീവിത വിഷമതകളിൽ കഴിയുന്നവര്, കർത്താവേ എല്ലാവരെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ സോദരൻ ചേർന്ന് പറട്ടെ. കരങ്ങൾ ഉയർത്തി മഹത്വം നിറഞ്ഞ ധന്യേ മനോഹരിതായി ആമോദമാർന്നു നീ വെൽക രക്ഷ സുധിക്കുറവാ. ഏറ്റു പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണം. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത്
പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങൾ, ജീവിത ദുരിതങ്ങൾ, സന്താനമില്ലാത്ത അവസ്ഥകളും ഭവനമില്ലാത്ത അവസ്ഥകളും കുടുംബത്തിന് ദാരിദ്ര്യ അവസ്ഥകളും മക്കളെക്കുറിച്ചുള്ള ആകുലതകളും എല്ലാം സമർപ്പിക്കുക. നീ മാത്രമാണ് വിമോചകൻ. ഹല്ലേലൂയ. ഈശോയെ പ്രാർത്ഥിക്കതായി സ്നേഹം നിറഞ്ഞവൾ പരിശുദ്ധമേ, കൃപാസനം, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ആദ്യ ചൊവ്വാഴ്ചകളിൽ കൃപാസനത്തിൽ നടക്കുന്ന ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം അറിയട്ടെ, ദൈവത്തിന്റെ ശക്തി അറിയട്ടെ. ഉടമ്പടിയിൽ സമർപ്പിച്ച ദൈവം അത്യുന്നത ശക്തി നിറയട്ടെ, ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ, കൃപയ്ക്ക് മേൽ കൃപയായി നിറയട്ടെ, ആത്മാവിന്റെ ചിരി നിറയട്ടെ. ശിവേ ആരാധന, ശിവേ ആരാധന, ശിവേ ആരാധന. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണം. ആദ്യ ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതികട. ഹല്ലേലൂയ. ആരാധന. ഉടമ്പടിയില് ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ വിദൂരങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഈ ആരാധന കണ്ട് പ്രാർത്ഥിക്കുന്നവര് ഉപാസന പ്രത്യക്ഷിക്കുന്ന മാതാവിന്റെ സന്നിധിയില് ജീവിത സംഘടന നിയോഗിച്ചിട്ടുള്ളവരെ ദൈവത്തിന്റെ ശക്തിയായി അഭിഷേകമായി തീരണമേ. ഹല്ലേലൂയ. ഈശോയെ അനുഗ്രഹം ചൊരിയണമേ, കൃപകൾ വർഷിക്കപ്പെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ആരാധിച്ചിടും നീ മാത്രമൻ സുഹൃത്തെ ഒരുമിച്ച് എല്ലാവരും നീ മാത്രമൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളടി
പിടിച്ചുകൊണ്ട് ചേർന്ന് പാടാം. നീ മാത്രമൻ നാഥൻ, ദിവ്യകാരുണ്യമേ. കരങ്ങൾ വീശി ഇരിക്കുക. മഴ വരുമ്പോഴും ഞാൻ എഴുന്നേക്കാൻ പറയേ. അപ്പം നിങ്ങൾ എഴുന്നേക്കണം. മഴപ്പാടുകളിൽ നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്കകത്തോട്ട് കയറാൻ വേണ്ടിയാണ് നിങ്ങളെ എഴുന്നേൽപ്പിക്കണത്. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് കർത്താവിന്റെ സംരക്ഷണ നിറയട്ടെ. കർത്താവേ, കാലാവസ്ഥയിൽ അഭിഷേകം ചെയ്യണം. ദൈവത്തിന്റെ സാന്നിധ്യം നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുമ്പോഴേ ആരാധിക്കുമ്പോഴൊക്കെ നമുക്ക് അനുഭവം ഉണ്ടാകാൻ അടിസ്ഥാനപരമായ ചില ഗുണങ്ങളുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോൾ ദൈവമായി ഇടപെടുന്ന എല്ലാ വിഷയവും നമുക്കറിയാമല്ലോ, അത് ആരാധനയിലേ ചെന്ന് അവസാനിക്കത്തുള്ളൂ. ദൈവമായി ഇടപെടുന്ന എല്ലാ വിഷയവും ഒടുവിൽ ആരാധനയിൽ, നമ്മുടെ സാക്ഷ്യം പറച്ചിൽ പോലും ഒരു ആരാധനയാണ്. നമ്മുടെ സൽപ്രവൃത്തികളും സുവിശേഷ ജീവിതവും ഒരു ആരാധനയാണ്, വ്യത്യസ്തങ്ങളായ ഫോംസ് ഓഫ് അഡറേഷൻസ്. അപ്പോഴേ എങ്ങനെയാലും ദൈവമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഏതെങ്കിലും ഒരു രീതിയിലുള്ള ആരാധനയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് കൈകൾ വീശി ആത്മാവിന്റെ അഭിഷേകം നിറയുക. ഹല്ലേലൂയ. യേശുവേ, ജീവിത സങ്കടങ്ങൾ, മക്കളെ കുറിച്ച് ആകുലതകൾ, കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രുതികട്ടെ, ഹല്ലേലൂയ. സ്നേഹം പകരാ ഒരുമിച്ച് പാടുക. എന്നെ തേടി നീ വന്നു, നിൻ സ്നേഹം പകരാ കനിവിൻ കടലേ നിറയൂ എൻ കരളിൽ. കനിവിൻ കടലേ, കനിവിൻ കടലേ നിറയൂ എൻ കരളിൽ. ആരാധന. കരങ്ങൾ വീശി ആരാധന സമാധാനം
കുടുംബത്തിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കനിവിൻ കടലെ സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ. ഒരുമിച്ച് കനിവിൻ കടലെ എന്നെ തേടി പരിശുദ്ധപര ദിവ്യകാരുണ്യത്തിന് സ്നേഹം കൈയടിച്ചോണ്ട് എന്നെ തേടി നീ വന്നു നിൻ സ്നേഹം കനിവിൻ കടലേ നിറയൂ എൻ കരളേ കനിവിൻ കടലേ ആരാധന കൈകൾ വീശി ആരാധന ആരാധിച്ചിടും ഞാൻ എന്നാഥനേശുവേ ഒരുമിച്ച് എല്ലാവരും ആരാധിച്ചിടും. ആരാധിച്ചിടും ഞാൻ എന്നാഥനേശുവേ നീ മാത്രമൻ നാഥൻ ദിവ്യകാരുണ്യം നീ മാത്രമേ എല്ലാവരും നീ മാത്രമൻ നാഥൻ ദിവ്യകാരുണ്യം ആരാധന കരങ്ങൾ വീശി ആരാധന നീ മാത്രമേ സ്തുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭാഷാപരത്തോടെ ഭാഷാപരത്തോടെ എന്നെ തേടി നിന്നെ പോലെ ആരുമില്ലേ യേശുവേ കനിവിൻ കടലേ നിറയൂ എൻ കരളേ നിന്നെ പോലെ നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആരുമില്ലേ യേശുവേ നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആരുമില്ല യേശുവേ കനിവിൻ കടലേ നീ
കനിവിൻ കടലേ, കനിവിൻ കടലേ, നിറയൂ എൻ കരളേ. ആരാധന. കരങ്ങൾ വീശി ആരാധന. ശ്രദ്ധിക്കട്ടെ ഭാഷാപരത്തോടെ. 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 സന്തോഷമായിരിക്കുക. എപ്പോഴും ആരാധിക്കുമ്പോൾ ഉള്ളിൽ വലിയ സ്നേഹമുണ്ടാണ്. വിശ്വാസമല്ല ആരാധനയുടെ ആധാരം. വല്ല കിൻഡർ ഗാർഡനിലൊക്കെ പഠിക്കണ കുഞ്ഞുങ്ങൾക്കാണ് വിശ്വാസമൊക്കെ വേണ്ടി വരണത്. ആധ്യാത്മികതയുടെ ബാലപാഠങ്ങളിലാണ് വിശ്വാസം പഠിക്കപ്പെടുന്നത്. നമുക്ക് വേണ്ടത് സ്നേഹമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദിവ്യ ഈശോയെ, അങ്ങയോടുള്ള കലർപ്പില്ലാത്ത ദിവ്യ സ്നേഹത്താൽ എൻ്റെ ഉള്ളത്തെ നിറക്കണമേ. ഈ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേക വിദൂര ദേശങ്ങളിലുള്ളവരെല്ലാവരും പ്രാർത്ഥിക്കട്ടെ. അവരോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദിവ്യ ഈശോയെ ആരാധിക്കുമ്പോൾ സ്വർഗീയ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ആരാധിക്കാൻ ആവശ്യമായ സ്വർഗീയ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. എൻ്റെ കൂടെയുള്ളവരെ ആരാധനാ സമൂഹത്തെ അഭിഷേകം ചെയ്യണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധനയിൽ പങ്കുചേരുന്ന ഓരോ മകനും മകളും ദൈവാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. അവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ദിവ്യകാരുണ്യത്തിന്റെ മുദ്ര പതിയണമേ. ഹല്ലേലൂയ. കരമടിച്ചുകൊണ്ട് പാടാം. നീ വന്നു നിൻ സ്നേഹം പകരാ. എന്നെ തേടി നീ വന്നു. എന്നെ തേടി കനിവിൻ കടലേ, നിറയൂ എൻ കരളേ.
കനിവിൻ കടലേ, കർത്താവിൻ്റെ വചനം ആരാധനയെക്കുറിച്ച് പറയണെന്നാ, സമറിയാക്കാരിയുമായി ഈശോ കിണറ്റിൻ്റെ കരയിൽ സംസാരിക്കുമ്പോഴേ എങ്ങനെയുള്ളവരാണ് ആരാധിക്കണമെന്ന് പറയും. അത് തന്നെയാണ് നമുക്ക് ആരാധനയെക്കുറിച്ചുള്ള കർത്താവ് നൽകിയ കാഴ്ചപ്പാട്. എങ്ങനെയുള്ളവരാണ് ആരാധിക്കുന്നത്? നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. പറഞ്ഞേ, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ യഹൂദിൽ നിന്നാണല്ലോ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ശ്രുതികട ഹല്ലേലൂയ. വ്യാധികൾ കഴിയുന്നവരെ സ്പർശിക്കണമേ. ദുരിതത്തിൽ കഴിയുന്നവരെ സ്പർശിക്കണമേ. സ്നേഹം ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അപ്പം അറിവിലാണ് ആരാധനയുടെ അടിസ്ഥാനം. യോഹന്നാൻ്റെ സുവിശേഷമാണ് 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്ന എന്ന് പറഞ്ഞേ. ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ യഹൂദിൽ നിന്നാണല്ലോ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 4:22. രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തു, ഈശോ. അതായിരുന്നാ വരണത്? അറിയുന്നതിനെ ആരാധിക്കുന്നതിൽ നിന്നാണ് ക്രിസ്തു വരുന്നത്. അതാണ് വിഷയം. അറിയുന്നതിനെ. പക്ഷെ എങ്ങനെ നമ്മൾ അറിയും ക്രിസ്തുവിനെ? അറിഞ്ഞ് ആരാധിച്ച് എങ്ങനെ അനുഭവമാകും? അറിയണത് സ്നേഹത്തിലൂടെയാണ്. ക്രിസ്തുവിനെ അറിയണത് എങ്ങനെയാണ്? സ്നേഹത്തിലൂടെയാണ്. അതാണ് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ 1 യോഹന്നാൻ 4:8 1 യോഹന്നാൻ 4:8 സ്നേഹിക്കാത്തവൻ പറഞ്ഞ് ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പോഴേ ആരാധന തുടങ്ങണത് ദൈവസ്നേഹത്തിൽ നിന്നാണ് തുടങ്ങണത്. ആരെ സ്നേഹിക്കണം? ഈശോനെ സ്നേഹിക്കണം. ഈശോനെ സ്നേഹിക്കുമ്പോൾ വരുന്നൊരു വിഷയം, നമുക്ക് 3 തരത്തിൽ ഈശോനെ സ്നേഹിക്കാം. വിശ്വാസം കൊണ്ട് സ്നേഹിക്കാം, പ്രത്യാശ കൊണ്ട് സ്നേഹിക്കാം, സ്നേഹം കൊണ്ടും സ്നേഹിക്കാം. എന്താണ് അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശ്വാസത്തിന് അതിൻ്റെ അകത്തുള്ള സ്നേഹത്തിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും, വിശ്വാസം കൂടുതലായിരിക്കും. 80% വിശ്വാസവും. ഇപ്പോൾ പാലും വെള്ളവും പോലെയുള്ള പ്രശ്നമാണ്. പാലിൻ്റെ ഗുണനിലവാരം കൂട്ടണം. എന്താണ്? എന്തുമാത്രം വെള്ളം കുറഞ്ഞിരിക്കുന്നു, അല്ലേ? അതാണ്. വിശ്വാസത്തിൽ സ്നേഹം കുറവായിരിക്കും. പക്ഷേ മെറ്റീരിയൽ ബെനഫിറ്റ്സിന് കുറേ അതിൻ്റെ അകത്ത് നമ്മൾ ആഗ്രഹിക്കും. ജോലി, വീട്, രോഗസൗഖ്യവും അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പ്രത്യാശയിൽ വരുമ്പോൾ 50-50 ആയിരിക്കും. പ്രത്യാശയ്ക്ക് 20%, 50% വിശ്വാസവും. പ്രത്യാശയും ഒരു തരം വിശ്വാസം തന്നെയാണ്, പ്രത്യാശയും ഒരു തരം സ്നേഹം തന്നെയാണ്. തമ്മിൽ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ഇല്ല. അതായത് അതാണ് ഹെബ്രായർ 11:1 വായിക്കത്തില്ലേ? അതായത് വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള
അറിവിൽ നിന്ന്. അപ്പം ഒന്ന് ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വചനത്താൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണം എന്ന് പറയുന്നു. ആരുമില്ല കൈയടിച്ചുകൊണ്ട് യേശുവേ നിന്നെ പോലെ ജീവനേ സ്നേഹമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ജീവനേ ജീവനേ സ്നേഹമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹെബ്രായർ 11:1 ഏറ്റുപറഞ്ഞ് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസത്തിലൊരു പ്രത്യാശയുണ്ട്. 50% പ്രത്യാശയും 50% സ്നേഹവും. ചിലപ്പോൾ ഇത് 100% സ്നേഹം മാത്രമായിട്ട് വരും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ എന്തുമാത്രം മെറ്റീരിയൽ ബെനഫിറ്റ്സ്, ഭൗതിക വരുമാനം കുറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകളില്ലേ. ചില പ്രാർത്ഥനകൾക്ക് ഭൗതിക വരുമാനം കുറഞ്ഞിരിക്കും. അത് മിക്കവാറും ഭൗതിക വരുമാനം, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാലും ജോലി, ചില കാര്യം നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കത്തില്ല. അപ്പോഴേ നമുക്ക് അറിവില്ല എന്നുണ്ടെങ്കിൽ, ആരാധനയ്ക്കുള്ള അറിവ് വേണമല്ലോ. 4:22 അനുസരിച്ച് എന്താണ് ആരാധനയ്ക്ക് എന്താ വേണ്ടത്? അറിവ് വേണം. യോഹന്നാൻ 4:22 ആരാധനയ്ക്കുള്ള അറിവാണ്. അറിയാത്തതിന് നിങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ അറിയുന്നവനെ ആരാധിക്കുന്നതെന്നാണല്ലോ വരുന്നത്. അപ്പോൾ അറിയുമെന്ന് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ കേൾക്കപ്പെടാത്ത ഒരു പ്രാർത്ഥനയില്ലേ, നമ്മളൊരു വിഷയം ദൈവത്തോട് ചോദിക്കുന്നു, ആ വിഷയത്തിൽ ദൈവം ഒരു ആൻസറും നമുക്ക് തരണില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് വിശ്വാസത്തിൻ്റെ നിലവാരം കവിഞ്ഞ് പ്രത്യാശയിലേക്ക് വരും. പ്രത്യാശയിലേക്ക് വരുമ്പോൾ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ, ഒരു ഭൗതിക ആനുകൂല്യത്തിന് വേണ്ടി. അപ്പോൾ അതും കിട്ടണില്ല. അതും കിട്ടാതെ വരുമ്പോൾ എന്നാ ചെയ്യും? അറിവില്ലാത്തവൻ ആ ആരാധന അവസാനിപ്പിക്കും. അവിടെയാണ് അപകടം വരുന്നത്. എന്താ, നമ്മൾ വിചാരിച്ച കാര്യം കിട്ടിയില്ല. IELTS ആണ് നമ്മൾ വിചാരിച്ചത്, അത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. 3 തോക്കുമ്പോൾ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തേക്കും. അവിടെയാണ് ഇതിൻ്റെ മുഴുവനും ബെനഫിറ്റ്സും ഇരിക്കുന്നത്. അവിടെയാണ് കാര്യം. നമ്മൾ ആരോട് ഇടപെടണത്? ദൈവത്തോടാണ് ഇടപെടണത്. ആരാധനയുടെ അടിസ്ഥാനം എന്താണ്? 1 യോഹന്നാൻ 4:8 എന്താണ്? നിങ്ങൾ അറിയുന്നതിനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പം സ്നേഹിച്ചാണ് ദൈവത്തെ അറിയുന്നത്. അല്ലാതെ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ച് അതുപോലെ കിട്ടിയല്ല ദൈവത്തെ അറിയണത്. അതിൻ്റെ ഇഫക്ട്സാണ്, സ്നേഹത്തിൻ്റെ ഇഫക്ട്സായിട്ട് വരുന്നതാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കേൾക്കപ്പെടാത്ത എന്തെങ്കിലും പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് നിൻ്റെ ആധ്യാത്മിക ആസ്തിയാണ്. പറഞ്ഞ മനസ്സിലായ? ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഈ തുലാവർഷം തുടങ്ങിയപ്പോൾ എനിക്ക് പണിയായി. പണ്ട് കാലവർഷത്തിലായിരുന്നു. ഇങ്ങനെ അന്തരീക്ഷത്തിൻ്റെ ഈ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ശരീരം നീര് കെട്ടും. ഒരു പ്രത്യേക അസുഖമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു രസമുണ്ടായി. ഇപ്പോൾ ചുമച്ചുകൊണ്ട് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പല്ല് വേദന. കഴിഞ്ഞ ശനിയാഴ്ച ഭയങ്കര ഒരു പല്ല് മുറിഞ്ഞ് നിൽക്കണുണ്ട് ഇവിടെ. നിങ്ങൾ ഈ വിഷയമൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. നമ്മുടെ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും മാറിപ്പോകത്തില്ല. ശ്രദ്ധിക്കണം. പല്ല് വേദനയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പല്ല് കുത്തിപ്പഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല. അപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് പെയിൻ കില്ലർ എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല. ക്രിയാറ്റിൻ ബ്രിമ്മിൽ എബവ് നിൽക്കുക.
അപ്പോൾ വളരെ കൺട്രോളായിട്ടാണ് പോണത്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ കർത്താവിനോട് പ്രത്യേകിച്ചൊന്നും സംസാരിച്ചിട്ടില്ല, കാരണം ശുശ്രൂഷയുടെ ഭാഗമായിട്ട് വരണതാണ്. ഇനി ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് പലുവേന മാറണില്ല, ഇതിന് മരുന്ന് ഉപയോഗിക്കാനും വരുന്നില്ല. ഇനി ഉപ്പ് ഉപയോഗിക്കാല, പ്രഷറും ബ്രിമ്മില, വർഷങ്ങളായിട്ട് ഉറക്കം നിന്ന് പ്രഷർ കയറി പിടിച്ചിരിക്കുകയും അതും ബ്രിമ്മിലാണ്. എബവ് നോർമൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്താണ്, സത്യമായിട്ടും ഫുഡ് കൺട്രോൾ ചെയ്തും ആണ് ഈ പ്രഷർ കൺട്രോൾ ചെയ്യണത്. എനിക്കപ്പോൾ ഉപ്പ് എടുത്ത് വായിക്കൊള്ളാനും പറ്റത്തില്ല. ഞാൻ 2 തുള്ളി ഉള്ളിപ്പോയാൽ അപ്പോൾ പ്രഷർ കൂടും. എന്നാ ചെയ്യാൻ പറ്റും? രാത്രി ഞാനാണ് കർത്താവിൻ്റെ നേരെ അരികിൽ കിടക്കുന്ന ആളാണ്. എന്നെപ്പോലെ കർത്താവ് ഈ കത്തോലിക്ക പൂർവികന്മാരുടെ കൂട്ടത്തിൽ ഇത്രയും കർത്താവിടെ മുട്ടിക്കിടക്കുന്ന ഒരാളുണ്ടാകത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ കിടക്കണ എൻ്റെ തൈക്കാട്ടുശ്ശേരിയിലെ ബെഡ് ഇട്ടിരിക്കണത് കർത്താവിൻ്റെ ദിവ്യകുർബാന ഇരിക്കണ ഭിത്തിയുടെ നേരെ ഇപ്പുറത്താണ്. പള്ളിയുടെ പുറകിലാണ് ഞാൻ കിടക്കുന്നത്. വലിയൊരു ഭാഗ്യമാണത്. ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊന്നായിട്ട് ഞാൻ കരുതണത്. അതായത് ദിവ്യകുർബാന ഇരിക്കണ ഭിത്തിയുടെ നേരെ ഇപ്പുറത്താണ് എൻ്റെ ബെഡ്റൂം. അതിനോട് മുട്ടിയാണ് കർത്താവും ഞാനും ഒരേ ഭിത്തിയിലാണ് മുട്ടി ഇരിക്കണത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. പക്ഷേ ഈ വിഷയം ഞാൻ കക്ഷിയോട് സംസാരിക്കത്തില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആധ്യാത്മിക ആസ്തിയുടെ പ്രശ്നമാണ്. ഈ അറിവെന്ന് പറയണത് ആരാധനയിലേക്ക് വരുമ്പോൾ വിഷയങ്ങൾ മാറും. നമ്മൾ പറയണ പോലെ ഈസി അല്ല. അറിവ് ആരാധനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് അച്ഛനൊക്കെ ഇങ്ങനെ ഓരോ സംഭവം ഇങ്ങനെ ഗണിച്ചും പറയണമല്ല, ദർശിച്ചും പറയണമെന്നല്ല. ഓരോ വിഷയത്തിന് അതിൻ്റേതായിട്ടുള്ള ആധ്യാത്മിക ശാസ്ത്രങ്ങളുണ്ട്. ഇപ്പം നമ്മളെന്താ നോക്കണത്? എങ്ങനെ കൃപയുണ്ടാക്കാമെന്നാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? മറ്റതെല്ലാം യൂസ് ആൻഡ് ത്രോ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് എന്ത് പ്രൊമോഷൻ കിട്ടിയാലും നിങ്ങളുടെ ശമ്പളം കൂട്ടി കിട്ടിയാലും മറ്റൊരു വീട്ടിൽ കൊണ്ടുവന്നും മറ്റുള്ളവർക്കൊക്കെ വല്ല സമ്മാനമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്നല്ലാതെ പിന്നെ അവർ കുറച്ച് കഴിയുമ്പോൾ അത് തീർന്നു പോകുമ്പോൾ അവരും അത് മറക്കും, നമ്മളും മറക്കും. അനുഗ്രഹത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം മറവിയാണ്. കൃപയ്ക്ക് മറവിയില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അനുഗ്രഹം എല്ലാം ഈ ഭൂമി കിട്ടുന്ന എന്ത് അനുഗ്രഹമായാലും നമുക്ക് കിട്ടുന്നതായാലും നമ്മൾ കൊടുക്കുന്നതായാലും എന്ത് സംഭവിക്കും? മറന്നു പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃപയ്ക്കാണെങ്കിൽ മറവിയില്ല. കൃപയും അനുഗ്രഹവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്, മറവിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പറ്റണ വരെ നമ്മൾ എന്തെങ്കിലും കൃപയുടെ വരുമാനം കിട്ടുവാൻ നോക്കിക്കൊണ്ട് നിൽക്കും. സഹിക്കാതെ വരുമ്പോൾ സഹിക്കണില്ല കർത്താവ് എന്ന് തുറന്ന് പറയും. കർത്താവിനോടുള്ളൊരു ഗുണം, ഈശോനോട് എപ്പോഴും ഇടപെടാൻ നല്ലത്. ഈശോനെ അറിഞ്ഞാണ് നമ്മൾ ആരാധിക്കേണ്ടത്. സഹിക്കണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചില ചേച്ചിമാർ വന്നിട്ട് പറയാം, അച്ഛാ സഹിക്കണില്ല കേട്ടാ, ഇനി ഞാൻ വല്ലതും തിന്ന് ചത്തുകളെ, ഞാൻ വിശ്വാസി ആയതുകൊണ്ട് മാത്രമാണ് ആത്മഹത്യ ചെയ്യാതെ ഇങ്ങനെ നിൽക്കണത്, അല്ല എനിക്ക് വേറെ ഒരു മാർഗ്ഗവുമില്ല. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞില്ലേ അതുപോലെ അങ്ങോട്ട് കയറി അതുപോലെ പറയാൻ പറയും. എന്നോട് പറഞ്ഞില്ലേ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഇല്ലേ, പ്രാർത്ഥനയിൽ പോളിഷ്ഡ് ആകരുത് ഒരു സാധനം, റോ ആയിരിക്കണം പ്രാർത്ഥന എപ്പോഴും. എന്താണ് നിനക്കിപ്പോൾ നിൻ്റെ കടക്കാർ വരുമ്പോൾ ഇപ്പോൾ ഒരു സാക്ഷ്യം കേട്ടില്ലേ, കർത്താവിന് ഇതൊക്കെ സെക്കൻഡ് മതി. നിങ്ങളുടെ ഇന്നത്തെ സാക്ഷ്യം എന്താ? നിങ്ങൾ കള്ളനാണ്, നിങ്ങളുടെ വീട്ടിൽ കയറി ഇരിക്കും. നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ നാണം കെടുത്താനേ നിങ്ങളുടെ വീട്ടിൽ കയറി ഇരിക്കും, കാശും കൊണ്ടേ പോകത്തുള്ളൂ. ഏത് കിഡ്നി മുറിച്ചാലും കാശും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ അവരെന്താ ചെയ്യണത്? അവർക്ക് വേറൊരു കാശ് കിട്ടാനുള്ള മാർഗ്ഗമില്ല. അവർക്ക് പിന്നെ എന്താ ചെയ്യണം? അവർ വന്ന് ഉടമ്പടി ചെയ്തിട്ട് അമ്മയോട് പറയും, അമ്മ അവർ വീട്ടിൽ കയറി ഇരിക്കാൻ പോവുകയാണ്, നാണം കെടുത്തരുതെന്ന് പറയും. നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് ആകപ്പാടെ ഉള്ള ഇത്തിരി നാൾ ജീവിച്ചപ്പോൾ ഉള്ള ഇത്തിരി അഭിമാനമാണ്. അതും കൂടി പോയാൽ ജീവിക്കാൻ പറ്റത്തില്ല. ഉള്ളതുപോലെ പറയണം. അപ്പോഴും ഉടമ്പടി ചെയ്ത് അവർ വീട്ടിൽ ചെന്നപ്പോൾ എന്നാ സംഭവിക്കണത്? ആ സെയിം പേഴ്സൺ തന്നെയല്ലേ സെക്കൻഡ് കൊണ്ട് മാറണത്. ഒരു അവധി കൂടി ചോദിക്കുമ്പോൾ പറയണം, ഒരു അവധിയും വേണ്ട, നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നാൽ മതി എന്നാ. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു 12 മണിക്കൂർ സമയം കൊണ്ട് ഒരാളെ ഇങ്ങനെ പട്ടേന്ന് മറിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ അടുത്ത് എല്ലാ സൊല്യൂഷൻസും ഉണ്ട്.
ജീസസ് ഇസ് എ കംപ്ലീറ്റ് സൊല്യൂഷൻ. കൈയടിച്ച് കരുതാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് മാത്രമാണ് വിമോചകൻ, മറ്റൊന്ന് രക്ഷയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. തുറാമുട്ടിയായ രോഗദുരിതങ്ങൾ സമർപ്പിക്കട്ടെ. കടഭാരങ്ങൾ സമർപ്പിക്കട്ടെ. നിൻ വഴിയിൽ കൈയടിച്ചുകൊണ്ട് ഞാനണയാം ഇനിമേൽ. മിശിഹായേ, മിശിഹായേ, നിൻ വഴിയിൽ ഞാനണയാം ഇനിമേൽ. കരുണാമയനേ, എനിക്കെന്നും നീ അഭയം. എല്ലാവരും ചേർന്നാണ്. കരുണാമയനേ, എനിക്കെന്നും നീ അഭയം. മിശിഹായേ, മിശിഹായേ, നിൻ വഴിയിൽ ഞാനണയാം ഇനിമേൽ. മിശിഹായേ, കരുണാമയനേ, എനിക്കെന്നും നീ അഭയം. എല്ലാവരും സോറി, ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ്. എനിക്കെന്നും നീ അഭയം. പുറത്ത് മഴ പെയ്യുന്നു, ഒന്ന് എഴുന്നേറ്റ്. എല്ലാവരും എഴുന്നേൽക്കാം. അച്ഛൻ നേരത്തെ ജാമ്യം എടുത്തായിരുന്നു. നിങ്ങളൊന്ന് എഴുന്നേറ്റ്, അവരകത്തോട്ട് കയറട്ടെ. കുടയില്ലാത്ത ആൾക്കാർ അകത്തോട്ട് കയറട്ടെ. ആരൊക്കെ കുട പിടിച്ച് പിടിച്ചിട്ടുണ്ടല്ലേ? മഴ പെയ്തിട്ടാണ് എഴുന്നേൽക്കുക. എന്നാ ദാറ്റ്സ് ഓക്കെ. കയറാനുള്ളവർ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മിശിഹായേ, നിൻ വഴിയിൽ ഞാനണയാം ഇനിമേൽ. മിശിഹായേ, നിൻ വഴിയിൽ ഞാനണയാം ഇനിമേൽ. കരുണാമയനേ, എനിക്കെന്നും നീ അഭയം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്. അപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കാണെങ്കിൽ പല്ലുവേദന മാറണമില്ല. വേറൊരു മാർഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. എന്ത് ഉപയോഗിച്ചാലും നമ്മൾ കുഴപ്പത്തിലാവും. അപ്പോൾ എന്നാ ചെയ്യേണ്ടത്? രാത്രി മുഴുവനും ഈ മൽപ്പിടുത്തത്തിന് നമ്മൾ തയ്യാറല്ല. യാക്കോബാണ് രാത്രി മുഴുവൻ മൽപ്പിടുത്തം നടത്തിയത് അല്ലേ? ഞാൻ 9-10 മണിയായപ്പോൾ തന്നെ പറഞ്ഞു, കർത്താവേ എൻ്റെ എലിക്ക് വെട്ടണ്ട, ഞാൻ തോറ്റെന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാണ് മൽപ്പിടുത്തം കൊണ്ട് നടക്കണത്? നമ്മൾ 32:24 ഉൽപ്പത്തി 32:24 യാക്കോബുമായിട്ട് ദൈവം മൽപ്പിടുത്തമല്ലേ? വിശ്വാസ വിഷയമായിട്ട് മൽപ്പിടുത്തം വരുമ്പോൾ നമ്മൾ രാത്രി മുഴുവനും മൽപ്പിടുത്തം നടത്തേണ്ട കാര്യമില്ല. വിശ്വാസ വിഷയത്തിൽ ചില സമയത്ത് നമുക്കൊരു മൽപ്പിടുത്തം വരും. എന്ത് വിഷയം? വിശ്വാസത്തിൻ്റെ എല്ലാ വിഷയവും തന്നെ മൽപ്പിടുത്തത്തിന് വിധേയമാണ്. ദൈവം ഇതിൽ അറിയണം. ഇത് ചിലത് മാത്രമേ മൽപ്പിടുത്തമില്ലാതെ ഉള്ളൂ. പ്രാർത്ഥനയ്ക്കുത്തരം താമസിക്കുന്നത് എല്ലാം മൽപ്പിടുത്തത്തിന് വിധേയമാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഭർത്താവിനെ തിരക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഭാര്യ, അല്ലെങ്കിൽ നമ്മൾ IVF ചെയ്ത് എന്തിനും കൊച്ചുണ്ടാകണില്ല, ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി നമ്മൾ ഒത്തിരിയേറെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ മൽപ്പിടുത്തമാണ് അല്ലേ? നമ്മുടെ ആധ്യാത്മികമായ രാത്രികളിൽ നമ്മൾ ദൈവമായിട്ട് മൽപ്പിടുത്തമാണ്.
ഇതിൻ്റെ ഏറ്റവും നല്ലത് നമ്മൾ രാത്രി യാക്കോബിന് കാര്യം അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ആ മനുഷ്യൻ രാത്രി മുഴുവനും മൽപ്പെടുത്തുക, ദൈവത്തോട് വല്ലതും പിടിക്കുക. വെളുപ്പാങ്കാലമായപ്പോഴാണ് ആ മനുഷ്യന് മനസ്സിലായത് ദൈവം ഒരിക്കലും, ഒന്നാമത്തെ നമ്മൾ ദൈവത്തെ തോൽപ്പിക്കരുത്, പിന്നെ ദൈവത്തിന് ജയിച്ചേ പറ്റത്തുള്ളൂ. കാര്യം എന്നറിയാവോ, ദൈവം ജയിക്കുന്നത് നമ്മുടെ ഒരു ജയമാണ്, അതിൻ്റെ വിശ്വാസത്തിൻ്റെ ജയമാണ്. എൻ്റെ മക്കളത് മനസ്സിലാക്കണം. ദൈവത്തിന് ജയിച്ചേ പറ്റത്തുള്ളൂ. കർത്താവ് ഒരിക്കലും തോക്കത്തില്ല. തോൽപ്പിക്കാൻ വേണ്ടിയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ കർത്താവ് അംഗീകരിക്കത്തുമില്ല. തോൽപ്പിക്കാൻ വേണ്ടി ഒരു വർത്തമാനം അങ്ങനെയോട് പറഞ്ഞായിരുന്നു. ആരാണ്? പീലാത്തോസ്. നിന്നെ വിട്ടയക്കാൻ എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞു. പോയി പണി നോക്കടാന്ന് പറഞ്ഞു. കയ്യും കെട്ടി നിർത്തിയിട്ടാണ് പറയണത്. നിന്നെ വിട്ടയക്കാനും നിന്നെ കൊല്ലാനും നിന്നെ വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നേരം മിണ്ടാകുന്ന ആൾ ഉടനെ വാ വിളിച്ചു പറഞ്ഞത് ഒരു അധികാരവുമില്ല, എൻ്റെ അപ്പൻ്റെ കയ്യിലാണ് അധികാരം ഇരിക്കണമെന്ന് പറഞ്ഞു. ഉന്നതങ്ങൾ നിനക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ നിനക്കെൻ്റെ മേൽ അധികാരം ഉണ്ടാവുകയില്ല. അതാണ് 19:11. യോഹന്നാൻ്റെ സുവിശേഷം 19:11. ഉന്നതങ്ങളിൽ നിന്ന് നിനക്ക് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ നിനക്കെൻ്റെ മേൽ അധികാരമില്ല. ഇതാണ് ക്രിസ്തുവിനെ ഏറ്റുപറയുക എന്ന് പറയണത്. അത് രോഗമായാലും ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞാലും ബാങ്കുകാരൻ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞാലും സാറേ നടക്കത്തില്ല. എൻ്റെ കർത്താവ് തീരുമാനിച്ചാൽ മാത്രമേ എൻ്റെ വീട് ജപ്തി ചെയ്യൂ. എല്ലാം 19:11. ക്യാൻസർ 4 സ്റ്റേജിലാണെന്ന് പറഞ്ഞാലും നമ്മൾ പറയും കർത്താവ് ആണ് അധികാരി എന്ന് പറയും. ക്യാൻസർ നമുക്ക് 4 സ്റ്റേജിലാണെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയും? ഉന്നതങ്ങളിൽ നിന്നാണ് അധികാരമുള്ളത്. കർത്താവ് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം അതാണ്. ഫുൾ ആൻഡ് ഫുൾ ക്യാൻസർ. ഒരു കൊച്ചിൻ്റെ ക്യാൻസർ 2 മുഴയിട്ട് കയറിയിട്ട് വയറേന്ന് മേലോട്ട് കയറി വരികയാണ്. മാതാവിൻ്റെ ഇരിപ്പിടത്തിൽ കൊണ്ടുവന്ന് കൊച്ചിനെ വെച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചു ചിരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ല. ആ സാക്ഷ്യം നിങ്ങൾ കേട്ടതല്ലേ? എത്രയോ സാക്ഷ്യങ്ങളാണ് നമ്മൾ കൃപാസനത്തിൽ കേൾക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അന്തിമാധികാരം ദൈവത്തിന്. പറഞ്ഞേ, യോഹന്നാൻ 19:11. ഉന്നതങ്ങളിൽ നിന്ന് അധികാരം നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല. കൈയടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത മേഖലകളിലും ദുരിതങ്ങളിലും സങ്കടങ്ങളിലും ജീവിത ഭീഷണികളിലും കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവേ, ഉന്നതങ്ങളിൽ അധികാരം നൽകപ്പെടാത്തവർക്ക് ഞങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങാണ് വിമോചകൻ, അങ്ങാണ് രക്ഷകൻ, മറ്റൊരുത്തരും രക്ഷയില്ല. ഹല്ലേലൂയ. താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരേണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരേണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, ആരാധനയും സ്തുതിയും ആത്മനദിയായി ഒഴുകേണമേ. അപ്പോൾ ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ? രാജസിംഹാസനങ്ങൾ പറഞ്ഞാലും അംഗീകരിക്കത്തില്ല. എന്താണ്? നിനക്കെൻ്റെ മേൽ അധികാരമില്ല. എന്താ കാര്യം? ഉന്നതങ്ങളിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ. അപ്പോൾ ക്രിസ്തുവിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിന് ജയിച്ചേ. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? ദൈവത്തെ ജയിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ 10:30 മണിയായപ്പോൾ തന്നെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ അവസ്ഥയില്ല നിനക്കറിയാം, പക്ഷേ നിൻ്റെ ഇഷ്ടം പോലെ. ഞാൻ വെളുപ്പാങ്കാലത്ത് വരെ സഹിച്ചു പോകാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. അതിന് മുമ്പ് തന്നെ ഈ സംഭവത്തിനെ കൃപയാക്കി മാറ്റേണ്ടിയെടുക്കണം. 10:30 തന്നെ ഞാൻ കൈ ഉയർത്തി പറഞ്ഞു, ഞാൻ തോറ്റെന്ന് പറഞ്ഞു. എന്തിനാണ് വെളുപ്പാങ്കാലം വരെ പിടിക്കണത് കർത്താവായിട്ട്? വെളുപ്പാങ്കാലത്ത് ഉറക്കം നിന്ന് പിടിച്ച അവസാനം എന്തിനാണ് നമ്മുടെ എളി പൊടിക്കണത്?
അപ്പം നമ്മൾ തോറ്റില്ലേ? ഏറ്റവും നേരത്തെ തോറ്റ് കൊടുക്കണതാണ് എപ്പോഴും നല്ലത്. ഇതിനാണ് സമർപ്പണമെന്ന് പറയണത്. പറഞ്ഞാൽ മനസ്സിലായാ? ശരിശീർഷിക്കാം. ഇപ്പം 44 വയസ്സുള്ള ആൾക്കാർ കല്യാണം കഴിച്ചത് മെസ്സേജിൽ കഴിഞ്ഞ ദിവസം വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോയി. അപ്പോൾ അവർക്ക് 32 വയസ്സ് മുതൽ പെണ്ണിനെ അന്വേഷിക്കുന്നതാണ്, കിട്ടിയില്ല. ഉടമ്പടി ചെയ്തപ്പോൾ 44 വയസ്സുള്ളൊരു സ്പെയിനിൽ വർക്ക് ചെയ്യണ ഒരു നേഴ്സ് വന്ന് കല്യാണം കഴിച്ചിട്ട് അവർ പോയി. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇപ്പം ഇതെല്ലാ ആളുടെ കയ്യിലുണ്ട്. നിൻ്റെ ജീവിത പങ്കാളി നിനക്ക് എത്ര വയസ്സാണെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല. വയസ്സിൻ്റെ അധികാരം കർത്താവിൻ്റെ കയ്യിലാണ്. അധികാരം കർത്താവിൻ്റെ കയ്യിലാണ്. ഈ അധികാരം ഉപയോഗിച്ചാണ് സമയം ക്രമീകരിക്കുന്നത്. ഉടമ്പടി വരണത് അതാണ്. നീ ആ അധികാരത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നിൻ്റെ സമയത്തിന് മേൽ കർത്താവ് അധികാരം പ്രഖ്യാപിക്കും. അങ്ങനെയാണ് ജീവിത പങ്കാളിയെ നിനക്ക് കിട്ടുന്നത്. പക്ഷേ ദൈവപൈതലേ, നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? ബുദ്ധിപരമായിട്ട് ആധ്യാത്മികമായിട്ട് നീ ഒരു കള്ളനോ കള്ളിയോ ആയിരിക്കണം. എന്താണെന്നറിയാമോ? അതായത് നമ്മളിങ്ങനെ ലാഗ് ചെയ്ത് വെളുപ്പാങ്കാലം വരെ പിടിച്ച് വെളുപ്പാങ്കാലത്ത് വന്ന് എളിയിട്ട് വെട്ടി മുടന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഒരു 10 മണി 11 മണിയാകുമ്പോൾ തന്നെ ഞാൻ തോറ്റ് കർത്താവേ, നിൻ്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ എന്ന് പറയണം. അതായത് ഈ സമയത്തെ ചുരുക്കുന്നൊരു പ്രാർത്ഥനയാണ് സമർപ്പണം. പിടികിട്ടിയ മക്കളെ, ഇപ്പം IVF എടുത്താൽ ശരിയാകുമോ ഡോക്ടറെ എന്ന് നമ്മൾ ഡോക്ടറിനോട് ചോദിക്കുകയാണ്. 1 ലക്ഷം മുടക്കണമല്ല, 4 സ്പേം കിട്ടും. അതിലൊരെണ്ണം നമുക്ക് എടുത്താൽ ബാക്കിയുള്ളത് ഫ്രീസറിൽ സൂക്ഷിക്കും. എന്നാലും ശരിയാകുമോ ഡോക്ടറിന് തോന്നുന്നത്? അപ്പോൾ ഡോക്ടർ പറയും നമുക്ക് നോക്കാം എന്നേ പറയത്തുള്ളൂ. അവിടെ കയ്യിൽ ലാസ്റ്റ് വാക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? നമ്മൾ മസിൽ പിടിച്ചിട്ട് അല്ല നിൽക്കേണ്ടത്. നമ്മൾ ആദ്യമേ തോറ്റു കൊടുക്കണം. കർത്താവ് ഇപ്പോഴുള്ള സംവിധാനം ഉപയോഗിക്കുകയാണ്, ബാക്കി നിൻ്റെ ഇഷ്ടം. പറഞ്ഞാൽ മനസ്സിലായ മക്കളെ? ബാക്കി നിൻ്റെ ഇഷ്ടം. എത്രയും നേരത്തെ തോറ്റു കൊടുക്കുന്നു. തോക്കണതിന് എന്താ അർത്ഥം? സമർപ്പണം എന്ന അർത്ഥം. നമ്മളെന്തിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പിന്നെ എന്താ? സമർപ്പണം. ലാസ്റ്റാണ് സാധനം. സ്നേഹം പൂർണ്ണമാകണം സമർപ്പണത്തിലാണ്. ഈശോ എപ്പോഴും ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. അമ്മ ആദ്യമേ ഗർഭം ധരിച്ചത് എങ്ങനെയാണ്? വചനം മാംസമാക്കിയത്. ഈ വചനം മാംസമാക്കുന്ന എല്ലാ ടെക്നിക്കും, ഇതെല്ലാം ടെക്നിക്കാണല്ല, എല്ലാത്തിനും എല്ലാ തന്ത്രങ്ങളുണ്ട്, ആധ്യാത്മിക തന്ത്രങ്ങൾ. നമ്മൾ പഠിക്കുന്ന കാലിൽ നിന്നാണെന്നറിയാമോ? പകുതിയോളം അമ്മയിൽ നിന്നാണ് പഠിക്കുന്നത്, ബാക്കി ഈശോയിൽ നിന്നാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള സംഭവം. ഞാൻ IELTS 8 പ്രാവശ്യം എഴുതി, അല്ലെങ്കിൽ 40-20 കൊല്ലമായിട്ട് സ്ഥലം വിറ്റിട്ടില്ല. സ്ഥലത്തിലേക്ക് പോകാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് വിൽക്കാത്തത്. നമ്മൾ സ്ഥലം എടുക്കാൻ വേണ്ടി വരുമ്പോൾ നാട്ടുകാർ കയറി പറയാം തർക്കപ്പുരയുടെ ആളെന്ന് പറയുമ്പോൾ അവർ ഇട്ടച്ചും പോവും. ഇതെങ്ങനെ ഞാൻ വിൽക്കും? എങ്ങനെ സംഭവിക്കുമെന്നുള്ള വിഷയം അമ്മയുടെ ഗർഭധാരണം മനുഷ്യാവതാരണമുള്ള വിഷയമല്ലത്. അത് മനുഷ്യരാശിയിലെ മൊത്തം വിഷയമാണ്. എങ്ങനെ കിട്ടും നിനക്ക് PR? ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, അച്ഛൻ പറഞ്ഞ് വിസ കിട്ടുമെന്ന് നിനക്ക്. അപ്പോൾ അയാളെ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കണം എങ്ങനെയാണ്? 20 ദിവസത്തിനുള്ളിൽ അയാൾക്ക് വിസ കിട്ടുന്നു. സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കണം എന്താണ്? എന്നേക്കാൾ നേരത്തെ എത്രയോ പേര് വിസയ്ക്ക് ട്രൈ ചെയ്ത് കിട്ടിയില്ല എന്ന്. അപ്പോൾ കർത്താവ് വിചാരിച്ചാൽ ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് ഉള്ളതിന് ചോദ്യം എന്താ? ഉത്തരം എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്നാണ് ഉത്തരം. എങ്ങനെ സംഭവിക്കുമെന്നുള്ള ഈ വിസ എങ്ങനെ കിട്ടും? എങ്ങനെ PR കിട്ടും എന്നുള്ളതിന് ഉത്തരം എന്താണ്? ഇതെല്ലാത്തിനും വേണ്ടിയാണ് അമ്മ ആദ്യമേ ചോദിച്ചത്. ഇതെങ്ങനെ സംഭവിക്കും? അതിനുള്ള ഉത്തരവ് എന്താണ്? ദൈവത്തിന് എല്ലാത്തിനും കൂടി ഒറ്റ ഉത്തരവേ ഉള്ളൂ. നിൻ്റെ PR-നായാലും നിൻ്റെ സ്ഥലം വിൽക്കുന്നതിനായാലും നിൻ്റെ പ്രൊമോഷനായാലും നിൻ്റെ രോഗസൗഖ്യത്തിനായാലും ഈ ഓരോ രോഗത്തിനും ഓരോ മരുന്നില്ല, ദൈവത്തിന് ഒറ്റ മരുന്നേ ഉള്ളൂ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഒറ്റ മരുന്നാണ് അതിന്. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ്? അത്യുന്നതൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഒറ്റ മരുന്നാണ്.
ഇപ്പം നിൻ്റെ PR-നായാലും നിൻ്റെ എമിഗ്രേഷനായാലും നിൻ്റെ OIT ആയാലും നിൻ്റെ വസ്തു വിൽക്കാത്ത അവസ്ഥയായാലും നിൻ്റെ കുട്ടികളില്ലാത്ത അവസ്ഥയായാലും എല്ലാത്തിനും ദൈവത്തിന് ഒരു സിംഗിൾ സൊല്യൂഷൻ. എന്താണത്? അത് ലൂക്ക 1:35. അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞ്, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. അപ്പം അതുകൊണ്ട് നമ്മളുടെ എല്ലാ വിഷയത്തിനും, ഏത് വിഷയമായാലും, കല്യാണമായാലും കുഞ്ഞുണ്ടാകണതായാലും വീട് വെക്കണതായാലും സ്ഥലം വെക്കുന്നതായാലും ദൈവപൈതൽ എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. എന്താണത്? അത്യുന്നതൻ്റെ ശക്തി ആവസിപ്പിക്കാൻ. കൈയിട്ടിച്ച് കിടത്താണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചിരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിത വിഷയങ്ങൾ മുഴുവനും ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അത്യുന്നതന്റെ ശക്തി ഇപ്പോൾ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഉയർത്തി അടിച്ചുകൊണ്ട് തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ, തീ പോലെ ഉയർത്തിയടിച്ചിട്ട് ആത്മാവ് നിറയട്ടെ. അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ എങ്ങനെ സംഭവിക്കുമെന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒറ്റ മറുപടി എന്താണ്? അത്യുന്നതൻ്റെ ശക്തി ആവസിപ്പിക്കുക. ഈ അത്യുന്നതൻ്റെ ശക്തി ആവസിപ്പിക്കുന്നതിനുള്ള ഒറ്റമൂലി എന്താ? അതിന് ഒറ്റമൂലിയുണ്ടേ. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പിന്നെന്താ? സമർപ്പണം. അത്യുന്നത ശക്തി. അത് എൻ്റെ മക്കളെ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ കേൾക്കണ കാര്യം ലോകത്തിനോട് നിങ്ങൾ കേൾക്കത്തില്ല. കാര്യം എന്താ? നമ്മൾക്ക് അമ്മമാതാവ് സമയഘടികാരമായി പ്രത്യക്ഷപ്പെട്ട് ഉടമ്പടി പ്രാർത്ഥന തന്ന ധ്യാനകേന്ദ്രമാണ്. അവിടെ കേൾക്കണത് എന്താണ്? മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾക്കും ദൈവികമായ വചനപരിഹാരങ്ങളാണ് തരുന്നത്. ഇപ്പം എന്താ പറയണത്? അത്യുന്നതൻ്റെ ശക്തി ആവസിക്കുന്നതിനുള്ള എളുപ്പ വഴി എന്താ? സമർപ്പണമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ പ്രാർത്ഥനയല്ല, സമർപ്പണമാണ്. ചില വിഷയങ്ങൾക്ക് അപ്പാടെ ഇഷ്ടം പോലെ എന്ന് പറയണം. എൻ്റെ മക്കൾ ഏറ്റവും വലിയ അതല്ലേ എപ്പോഴാണ് ഈശോയിലേക്ക് ശക്തി ആവസിച്ചത്? ഈ പാനപാത്രം കഴിയുമെങ്കിൽ എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ മാലാഖ വന്നു എന്നല്ലേ പറയണത്. അതാണ് സംഭവം. അതാണ് 22:43. ലുക്ക 22:43. അത്യുന്നതൻ്റെ ശക്തി ആവസിപ്പിക്കാൻ ഉള്ള ഒറ്റമൂലി എന്താ? പക്ഷെ ഇത് അമ്മ കൊണ്ടുവന്നതാ. അമ്മയാണിത് കൊണ്ടുവന്നത് ആദ്യം. അമ്മയാണ് ചോദിക്കണം, അപ്പാ എന്നാ ചെയ്യും? ഞാൻ പുരുഷനെ അറിയാണ്ട് കന്യായിട്ട് ജീവിക്കാനാണല്ലോ ആഗ്രഹിച്ചത്. പിന്നെ നീ ഇപ്പോൾ കൊച്ചിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ. അപ്പോൾ പറയും പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ആവസിക്കും, അത്യുന്നത ശക്തി നിന്നിൽ ആവസിക്കും. ഉടനെ അമ്മ എന്നാ പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ. സമർപ്പണം അമ്മ കൊണ്ടുവന്നതാ. അമ്മയുടെ ഫോർമുലയാണ് ഈശോ ഉപയോഗിക്കുന്നത് ശരിക്കും. അപ്പോൾ സൂപ്പർ.
ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കളിലേക്ക്, ഞങ്ങളിലേക്ക് അത്യുന്നത ശക്തി നിറയണമേ കർത്താവേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മേ അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ എന്നെ മറക്കേണമേ. ഒരുമിച്ച് പാടുക. അമ്മേ അമ്മേ അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ എന്നെ മറക്കേണമേ. പാപത്തിൽ വീഴാതെ നാശത്തിൽ വീഴാതെ എന്നെ മറക്കേണമേ. ഒരുമിച്ച് പാടുക. പാപത്തിൽ വീഴാതെ, പാപത്തിൽ വീഴാതെ നാശത്തിൽ വീഴാതെ എന്നെ മറക്കേണമേ. അമ്മേ 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 അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ എന്നെ മറക്കേണമേ. ഫാത്തിമാലൂർദിനം. ഫാത്തിമാലൂർദിലും കുഞ്ഞുങ്ങൾക്ക് ദർശനമേകിയപ്പോ. ഒരുമിച്ച് പാടുക. ഫാത്തിമാലൂർദിലും കുഞ്ഞുങ്ങൾക്ക് ദർശനമേകിയപ്പോ. കൊതിയായി എനിക്കെൻ്റെ അമ്മയെ കാണുവാൻ അമ്മേ വന്നിടുമോ. കൊതിയായി എനിക്കെൻ്റെ അമ്മയെ കാണുവാൻ അമ്മേ വന്നിടുമോ. അമ്മേ 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 അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ എന്നെ മറക്കേണമേ. ആവേ 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 മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം കട്ട് ഷോട്ട് ചെയ്യുക, സമയത്തെ ഷോട്ട് ചെയ്യുക. അതിനുള്ള മാർഗം എന്താ? സൗഖ്യത്തിൻ്റെ സമയത്തെ, നിൻ്റെ ജീവിത പ്രതിസന്ധികളുടെ സമയത്തെ, നിൻ്റെ വിജയത്തിൻ്റെ സമയത്തെ ഷോർട്ടൺ ചെയ്യാനുള്ള മാർഗം എന്താണ്? സമർപ്പണമാണ്. അമ്മ പോലും അറിഞ്ഞില്ല അമ്മ പ്രഗ്നൻ്റായ കാര്യമാണ്. അമ്മ നേരെ അമ്മയോട് പരിശുദ്ധാത്മ പറഞ്ഞു, മലാഖ പറഞ്ഞു, എത്രയും വേഗം പോയി എലിസബത്തിനെ കാണുക. എലിസബത്ത് നിന്നോട് ഒരു കാര്യം പറയും. ഈ പോയി കാണാൻ പറയത്തില്ലേ? പോയി കാണാൻ പറഞ്ഞ എന്തിനാ? ദൈവത്തിന് അവരിലൂടെ സംസാരിക്കാനുണ്ട്. ലോർഡ് ഹു ആർ യു? ദൈവമേ നീ ആരാ എന്ന് പറയുമ്പോൾ പറയും, നീ പോയി നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ. ഇനി നീ പോയി അനനിയാസിനെ കാണുക. നീ ചെയ്യേണ്ട കാര്യം അവൻ നിന്നോട് സംസാരിക്കും. അത് തന്നെയാണ് അമ്മയോട് പറയണത്. ദൈവത്തിൻ്റെ രീതിയാണത്. നീ പോയി എലിസബത്തിനെ കാണുക. ഇപ്പോൾ സംഭവിച്ച കാര്യം അവൾ നിന്നോട് പറയും. എലിസബത്ത് അമ്മയെ കണ്ട പറഞ്ഞു, മൈ ഗോഡ്സ് മദർ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ. അപ്പോഴാണ് അമ്മ അറിയണത് താൻ പ്രഗ്നൻ്റായ കാര്യം അറിയണത്. സെക്കൻഡുകൾക്കുള്ളിലാണ്. അമ്മ എങ്ങനെയാണ് ഈ വചനം പെട്ടെന്ന് മാംസമാക്കിയത്? സമർപ്പിച്ചത് കൊണ്ടാണ്. ഉടമ്പടിയുടെ സമയത്തെ ചുരുക്കണ ഒരു പ്രാർത്ഥനയാണ്. പഴയ കാമ്പ് എന്താ? സമർപ്പണമാണ്. അപ്പം അച്ഛൻ എന്താ ചെയ്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രോബ്ലം എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെയിൻ കില്ലർ കഴിക്കാൻ പാടില്ല. ഉപ്പ് ഉപയോഗിക്കുക. പെയിൻ കില്ലർ കഴിച്ചാൽ ക്രിയാറ്റിൻ കൂടും, ഉപ്പ് ഉപയോഗിച്ചാൽ പ്രഷർ കൂടും. ഞാൻ എന്നാ ചെയ്യണത്? ഞാൻ രാത്രി മുഴുവൻ കർത്താവുമായിട്ട് ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ച് മൽപ്പിടുത്തത്തിന് തയ്യാറല്ല. നേരത്തെ തോറ്റു കൊടുക്കും.
ഞാൻ തോറ്റു കർത്താവേ, എൻ്റെ എളിയിട്ട് വെട്ടാം, നീ കാത്തു നിൽക്കണ്ട, ഞാൻ തോറ്റു എന്ന് പറയും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് എൻ്റെ ഇഷ്ടത്തിന് നിൻ്റെ ഇഷ്ടം, ഞാൻ വെളുക്കോളം ഈ വേദന അനുഭവിക്കുന്നതാണെങ്കിൽ ദൈ വിൽ ബി ഡൺ, ദൈ കിങ്ഡം കം, ദാറ്റ് ഈസ് അവർ ഫാദർ ഇൻ ഹെവൻ. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയാണത്. എന്നെ സംബന്ധിച്ചുള്ളത് എന്താണത്? എൻ്റെ ജീവിതം തന്നെ അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയായിട്ട് കൺവേർട്ട് ചെയ്യും. ആർ യു റെഡി ഫോർ ദാറ്റ്? അതാണ് ദൈവം ചോദിക്കുന്നത്. ദൈവത്തിലെ നീ തയ്യാറാണോ? നീ തയ്യാറാണെങ്കിൽ നീ സ്നേഹത്തിൻ്റെ നിലവാരത്തിലാണ് കർത്താവുമായിട്ട്. അപ്പോൾ നീ പറയാതെ പറയും കർത്താവിനോട്, കർത്താവേ, എൻ്റെ ഭൗതികമായ ആനുകൂല്യത്തിന് വേണ്ടിയല്ല, നിന്റെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് ദൈവത്തിലാകാൻ വേണ്ടി ആണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ രോഗ ദുരിതങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, ജീവിത വിഷമതകൾ സമർപ്പിക്കുന്ന കർത്താവേ, സന്താനരഹിതരെയും ഭവനരഹിതരെയും സമർപ്പിക്കുന്നു, കടക്കിണിയിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു, തൊഴിൽ രഹിതരെ സമർപ്പിക്കുന്നു, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലിരിക്കുന്ന ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു, മാരക രോഗികളെ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുകയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എഴുന്നേൽക്കുക എല്ലാവരും. ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൽ നാഥനായി സ്നേഹത്തിലൊന്നായി നിന്നിൽ ലയിച്ചിടട്ടെ. ഈശോ നീ വന്നാലും, ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൽ നാഥനായി കരങ്ങൾ നീട്ടി സ്നേഹത്തിലൊന്നായി നിന്നിൽ ലയിച്ചിടട്ടെ. യോഗ്യമല്ലൻ ഭവനം നാഥ നിന്നെ എതിരേൽക്കുവാൻ. ഒരുമിച്ച് പാടുക. യോഗ്യമല്ലൻ ഭവനം നാഥ നിന്നെ എതിരേൽക്കുവാൻ. ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും, ഒരു വാക്കരുളിയാലും, ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും. ഈശോ നീ വന്നാലും, ഈശോ നീ വന്നാലും ഹൃദയത്തിൽ നാഥനായി സ്നേഹത്തിലൊന്നായി നിന്നിൽ ലയിച്ചിടട്ടെ. നീ എൻ്റെ പ്രാണനാഥൻ, നിത്യജീവന്റെ നാഥനല്ലോ. നീ എൻ്റെ പ്രാണനാഥൻ, നിത്യജീവന്റെ നാഥനല്ലോ. നിന്നിൽ ചിരം വസിക്കാൻ എന്നെ നിന്റേതായി മാറ്റിയിടുവാൻ. ചിരം വസിക്കാൻ, നിന്നിൽ ചിരം വസിക്കാൻ എന്നെ നിന്റേതായി മാറ്റിയിടുവാൻ. ഈശോ നീ വന്നാലും, ഈശോ നീ വന്നാലും ഹൃദയത്തിൽ നാഥനായി സ്നേഹത്തിലൊന്നായി നിന്നിൽ ലയിച്ചിടട്ടെ. സ്നേഹത്തോടെ പാടണം എല്ലാവരും, സ്നേഹത്തോടെ. ഈശോ നീ വന്നാലും ഹൃദയത്തിൽ നാഥനായി സ്നേഹത്തിലൊന്നായി
നിന്നെ ലയിച്ചിടട്ടെ. Praise the Lord. Praise the Lord. സന്തോഷത്തോടെയാണ് നമ്മൾ നിൽക്കുന്നത്. കർത്താവ് അനേകം മക്കളെ സുഖപ്പെടുത്തും. വലിയ സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ട്, അച്ഛൻ്റെ ഉള്ളിലുണ്ട്. കർത്താവിന് കാര്യങ്ങളറിയാം. കർത്താവിനറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മളോടും പറഞ്ഞു, നമ്മളത് കേട്ടു. ആധ്യാത്മികമായ ജീവിത വിജയം നേടാൻ ആവശ്യമായ സ്വർഗീയ സൂത്രങ്ങളും ദൈവിക രഹസ്യങ്ങളും പറഞ്ഞു തന്ന പരിശുദ്ധാത്മാവിന് സ്തോത്രം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഭാഷാപരത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞരമ്പുകളെ സമർപ്പിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് സുഖപ്പെടുത്തുന്ന രോഗങ്ങളെയാണ് ഇപ്പോൾ കർത്താവ് കാണിച്ചു തരുന്ന അനുസരിച്ചാണ് അച്ഛൻ നിങ്ങളോട് പറയണത്. ഇപ്പോൾ കർത്താവ് സുഖപ്പെടുത്താൻ പോകുന്ന രോഗങ്ങൾ, കർത്താവ് നമുക്ക് തരുന്ന സൂചനകൾ, ഞരമ്പിൻ്റെ വീക്കങ്ങൾ, ഞരമ്പിൻ്റെ ബ്ലോക്കുകൾ. ശരീരം മുഴുവൻ ഞരമ്പാണെന്ന് നമുക്കറിയാം. ഈ ഞരമ്പുകളിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കാകുകയോ നീര് വരികയൊക്കെ ചെയ്യുമ്പോൾ ഓരോരോ അവയവത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഞരമ്പിൻ്റെ വീക്കം കാരണം, ബ്ലോക്ക് കാരണം നിങ്ങൾക്ക് അതുമൂലമാണ് ഇപ്പോഴത്തെ അസുഖമെങ്കിൽ ആ അസുഖപ്പാടുകളിൽ നിങ്ങൾക്ക് കൈവച്ച് കർത്താവിനെ സ്തുതിക്കാവുന്നതാണ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവേ, ഞരമ്പുകളുടെ അസുഖപ്പാടുകളിൽ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞരമ്പുകളുടെ അസുഖപ്പാടുകളിൽ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus, Lord Jesus, Lord Jesus, pour out the Spirit. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചൊല്ലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ലയിച്ചിടട്ടെ. കരങ്ങൾ ഉയർത്തി പറയട്ടെ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൽ നാഥനായി സ്നേഹത്തിലൊന്നായി നിന്നെ ലയിച്ചിടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അസ്ഥികളിലെ രോഗമുള്ളവരാണ് ഇപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. തലവേദന ഉൾപ്പെടെ തലയോട്ടി ഉൾപ്പെടെ അസ്ഥികളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തലവേദനയൊക്കെ ഉള്ളവർക്ക് കൈ നെറ്റിയിൽ വെക്കാവുന്നതാണ്. തുടയസ്ഥി, നടുവെല്ലിൻ്റെ അസ്ഥികൾ, കൈകാലുകളുടെ അസ്ഥികളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവ് എന്നെ സുഖപ്പെടുത്തി അൾത്താരെ കയറി എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, സമർപ്പിച്ചുകൊണ്ട് ശ്രുതികയുടെ ഹല്ലേലൂയ. അത്ഭുതകരമായി തത്സമയ സൗഖ്യങ്ങൾ ഇടപെടലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാവി ആശീർവദിക്കണമേ. മാസം ശുശ്രൂഷയിൽ പങ്കുചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളും ആശീർവദിക്കപ്പെടട്ടെ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൽ നാഥനായി സ്നേഹത്തിലൊന്നായി നിന്നെ ലയിച്ചിടട്ടെ. പ്രൈസ് ദി ലോർഡ്. പിൻകഴുത്തിൽ കൈവെക്കേണ്ടവർ കൈവെക്കാവുന്നതാണ്.
പിൻകഴുത്തിൽ ചിലപ്പോൾ അസ്ഥി പൊങ്ങിയവരുണ്ടാകാം, അസ്ഥിക്കുള്ളിൽ സ്ഥിരം നീര് വരണവരുണ്ടാകാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അനുഭവിക്കുന്ന മക്കള്, ദുരിതങ്ങളിൽ കഴിയുന്ന മക്കള്, കാലങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, ഭാവി മരുന്ന് മാറി മാറി കഴിക്കുന്നവർ എല്ലാവരും സ്പർശിക്കപ്പെടട്ടെ. ഭാവി ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കൾ ആശീർവദിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. കൃപാസനത്തിലെ ഒരു പ്രാർത്ഥനയാണ് കയ്യൊപ്പ് പ്രാർത്ഥന. ഉടമ്പടി പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടാണ് കയ്യൊപ്പ് പ്രാർത്ഥന വരണത്. കൃപാസനത്തിലെ കയ്യൊപ്പ് പ്രാർത്ഥന വരുന്നത് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അബ്രഹാം ഭൃത്യനെ ഉടമ്പടി ചെയ്യിക്കണത് തുടയിൽ കൈവച്ചുകൊണ്ടാണ് അല്ലേ? എന്തിനാണ്? എൻ്റെ മകൻ ഇസഹാക്കിന് ഹാരാനിൽ പോയി നീ എൻ്റെ ചാർച്ചക്കാരുടെ കൂട്ടത്തിൽ നിന്ന് പെണ്ണ് ചോദിക്കണം. അവർ വന്നില്ലെങ്കിൽ നിൻ്റെ ഉടമ്പടിയിൽ നിന്ന് റിലീവ്ഡ് ആയിട്ടുണ്ട്. അപ്പം അത് കൈ തുടയിൽ വെച്ചാണ് പറയിപ്പിക്കുന്നത്. ആ ഉടമ്പടി പ്രാർത്ഥന ഭാഗമായിട്ടാണ് നമ്മൾ കർത്താവിനോട് ചെയ്തിട്ടുള്ള ഉടമ്പടി പ്രകാരമാണ് ഈ കൈവെക്കണം എന്ന് ഓർത്തേക്കണം. നമ്മൾ കൈവെക്കണത് നവീകരണ ധ്യാനത്തിൽ തല കൈവെക്കണ പോലെ അല്ല, അത് വേറെ ഒരു രീതിയാണ്, സഭയുടെ ഔദ്യോഗികമായ രീതി. അത് നമ്മളിത് കഴിയുമ്പോൾ ചെയ്യും. രോഗികൾക്ക് അച്ഛൻ പ്രാർത്ഥിക്കണേ. ഇപ്പം നമ്മൾ രോഗശാന്തി പ്രാർത്ഥന സമയത്ത് കൈവെക്കണേ എന്താണ്? ഉടമ്പടി പ്രകാരം. കർത്താവെ, പരിശുദ്ധ അമ്മ വഴി അങ്ങോട്ട് ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമാണ് ഞങ്ങളിപ്പോൾ അബ്രഹാത്തെ പോലെ ശരീരഭാഗത്ത് കൈവെക്കണത്. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടത് അൾസറുള്ളവർ അടിവയറ്റ് കൈവെക്കണം, PCOD ഉള്ളവരൊക്കെ അടിവയറ്റ് കൈവെക്കണം, കുടലിൽ കുരുക്കളുള്ളവരും അൾസസ് ഉള്ളവരും ഉദര സംബന്ധമായ എല്ലാം അടിവയറ്റിലാണ് കൈവെക്കേണ്ടത്. നെഞ്ച് സംബന്ധമായുള്ളവരെല്ലാം, ശ്വാസകോശ രോഗികൾ, വലിവ്, ആസ്മ, ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, ഹൃദയത്തിൻ്റെ അസുഖം, പാങ്ക്രിയാസ്, കരൾ, അതെല്ലാം നെഞ്ചിലാണ് കൈവെക്കേണ്ടത്. എന്നിട്ട് ഒന്ന് പറഞ്ഞ്, കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മ വഴി അങ്ങയോട് ചെയ്തിട്ടുള്ള ഉടമ്പടി പ്രകാരം നിന്റെ ദാസനായ അബ്രഹാത്തിലൂടെ ആരംഭിച്ച ഉടമ്പടി സംസ്കാരത്തിൻ്റെ വെളിപാടുകളുടെ ഭാഗമായി എൻ്റെ ശരീരത്തിലെ ഞാൻ കൈവെക്കുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ സമർപ്പണത്തെ ഈശോയ്ക്ക് ഏൽപ്പിക്കണമേ. ഞാൻ രോഗം അനുഭവിക്കുന്ന ഈ ശരീരഭാഗം, അവിടെ അനുഭവിക്കുന്ന രോഗവും രോഗത്തിന്റെ മൂലകാരണവും പരിശുദ്ധ അമ്മ വഴി ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഈശോ നാമത്തിൽ ഞാൻ സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവന്റെ രോഗദുരിതങ്ങൾ, കടഭാരങ്ങൾ, ജീവിത വിഷമതകൾ, അവൻ അനുഭവിക്കുന്ന എല്ലാവരും ദുഃഖങ്ങളിലേക്ക് അത്യുന്ന ശക്തി ജീവനാളമാരിഞ്ഞു തീരുവാൻ ജീവനോതുക ജീവദായക ജീവനാളമാരിഞ്ഞു തീരുവാൻ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ജീവനോതുക ജീവദായക ജീവനോതുക ജീവനാളമാ എരിഞ്ഞു തീരുവാൻ ജീവനാളമാ എരിഞ്ഞു തീരുവാൻ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കണ്ണിൻ്റെ വേദനയുള്ളവർ കണ്ണുകളിൽ കൈവെക്കുക.
കണ്ണിൻ്റെ രോഗസൗഖ്യങ്ങൾ 2 ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ചെവികളുടെ വേദനയുള്ളവർ, ചെവിയിൽ നിന്ന് വെള്ളം വരുന്നവർ, പഴുപ്പ് വരുന്നവർ ചെവി കൈവയ്ക്കുക. തൈറോയിഡുകാർ, ടോൺസൈറ്റുകാർ, സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ളവർ തൊണ്ടയിൽ കൈവയ്ക്കുക. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്ഷ്യൻസിനെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഇന്ന് കാണുന്ന മുഴ നാളെ കാണപ്പെടത്തില്ല. എത്ര മുഴകളാണ് ഇന്ന് സുഖപ്പെട്ടത്? ശ്രുതികട ഹല്ലേലൂയ. ശ്രുതികട ഹല്ലേലൂയ. എരിഞ്ഞു തീരുവാൻ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളം ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ചുരുള് പോലെ ഇരിക്കുന്ന മാംസ കഷ്ണങ്ങൾ എക്സ്ട്രാ ആയിട്ട് വരുന്നതാ, ശരീരത്തിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഇങ്ങനെ രോഗം കൊണ്ട് ചില മാംസങ്ങൾ ഇങ്ങനെ ചുരുള് പോലെ വരും, മാംസപിണ്ഡം വരും. ചിലപ്പോൾ എന്തെങ്കിലും വളരും ശരീരത്തിൽ. ഗർഭപാത്രം തന്നെ എന്തെങ്കിലും വളരണം എന്ന് പറയും, ശരീരം എന്തെങ്കിലും വളരുന്ന പോലെ രോഗങ്ങൾ. ഇതെല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. അവിടെയൊക്കെ കൈവെക്കാവുന്നതാണ്. ഗർഭപാത്രം ഇറങ്ങുന്നവരുണ്ട്, അവർക്ക് അടിവേറ്റ് കൈവെക്കാം. എവിടെയെങ്കിലും സിസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ കൈവെക്കാം. മാംസ കഷ്ണങ്ങൾ വളർന്നു വരുന്ന ഇടങ്ങളിൽ കൈവെക്കുക. ശ്രുതികട ഹല്ലേലൂയ. കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ കർത്താവിന്റെ നാമത്തിൽ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, സൃഷ്ടിനെ തത്സമയം സൗഖ്യപ്പെട്ട് നന്ദി പറയുന്നു. രോഗങ്ങൾ തത്സമയം സൗഖ്യം നന്ദി പറയുന്നു. ഹല്ലേലൂയ. സൗഖ്യമാകട്ടെ, സൗഖ്യമെന്നിൽ നിറയട്ടെ. രോഗം സൗഖ്യമാകട്ടെ, സൗഖ്യമെന്നിൽ നിറയട്ടെ. രോഗം സൗഖ്യമാകട്ടെ, സൗഖ്യമെന്നിൽ നിറയട്ടെ. ജീവനോതുക, ജീവദായക, ജീവനാളമായിരിഞ്ഞു തീരുവാമേ. ജീവനോതുക, ജീവദായക, ജീവനാളമായിരിഞ്ഞു തീരുവാൻ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളം ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളം. പത വരുന്ന രോഗങ്ങൾ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. നിങ്ങൾക്ക് അടുത്ത മാസം സാക്ഷ്യം പറയാൻ പറ്റും. പത വരുന്ന രോഗങ്ങൾ, സാധാരണ വായിന്ന് പത വരുന്ന രോഗങ്ങളുണ്ടാകും. എപ്പിലെപ്സി പോലെയുള്ള സുഖപ്പെടാൻ സാധാരണ സാക്ഷ്യത്തിൽ കുറവുള്ള രോഗങ്ങളാണ്. കർത്താവ് ഒരു രോഗിയോട് പറഞ്ഞില്ലേ, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചില്ലേ? വ്യക്തിയുടെ കൺസെൻ്റ് ഇല്ലെങ്കിൽ പലപ്പോഴും ദൈവം ഇടപെടാത്ത രോഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മാനസിക രോഗി, അയാൾക്ക് രോഗം സുഖപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കണ കാരണം അയാൾ സുഖപ്പെടാൻ ആഗ്രഹിക്കത്തില്ല. അയാളിങ്ങനെ സമയത്തൊക്കെ നാട്ടുകാരെ ഭക്ഷണം കൊടുത്ത്, വീട്ടുകാർ ഭക്ഷണം കൊടുത്ത് അങ്ങനെ സുഖമായിട്ട് ജീവിക്കും. ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുപോലെയാണ് എപ്പിലെപ്സി പേഷ്യൻ്റെ കുഴപ്പം. പതചാടുന്ന രോഗികളില്ലേ, അവർക്കും ഇങ്ങനെ എപ്പോഴും കുഞ്ഞെ കരളെ കുന്നേന്ന് പറഞ്ഞുകൊണ്ട് ചുവന്നുണ്ടെന്നാൽ അത്രയും ആശ്വാസമാണ്. സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കത്തില്ല. ഇപ്പോഴേ വായിന്ന് പത വരണ സന്ദേശമാണ് വരണത്. അതുകൊണ്ട് നിങ്ങളുടെ രോഗികളെ നിങ്ങൾ ഓർക്കുക.
ബ്ലഡ് വന്ന പത വരണവരുണ്ടാവും, മൂത്രത്തിൽ പത വരണവരുണ്ടാവും. അവരെല്ലാം ഓർക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവ് ദൈവമേ, വായിൽ നിന്ന് പതവന്ന രോഗങ്ങള്, മൂത്രത്തിൽ പതയുള്ള രോഗങ്ങള് പരിശുദ്ധ അമ്മ വഴി സൗഖ്യത്തിനായി ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുന്നു. യേശുനാമത്തില് സൗഖ്യമാകട്ടെ. സംബന്ധമായ രോഗങ്ങള്, മൂത്രം ഒഴിക്കുമ്പോൾ അമിതമായ പദവരുന്ന രോഗങ്ങള്, രോഗങ്ങള് തത്സമയം സൗഖ്യങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, സൗഖ്യമെന്നിൽ നിറയട്ടെ, രോഗം സൗഖ്യമാകട്ടെ, സൗഖ്യമെന്നിൽ നിറയട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമെന്നിൽ നിറയട്ടെ. ജീവനോതുക, ജീവനായക, ജീവനാളമായിരുന്നു തീരുവാൻ. ജീവനോതുക, ജീവനായക, ജീവനാളമായിരുന്നു തീരുവാൻ. കിഡ്നി രോഗികൾ പുറകിൽ കൈവെക്കുക. കരൾ രോഗികൾ നെഞ്ചിൻ്റെ കൂമ്പിന് കൈവെക്കുക. ഹൃദയരോഗികൾ ഇടനെഞ്ചിന് കൈവെക്കുക. കർത്താവ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, സർവ്വവിധ രോഗങ്ങളാണ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിലെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവരെ, കർത്താവേ, കരൾ സംബന്ധമായ രോഗമുള്ളവരെ, കർത്താവേ, ഇപ്പോഴ് ഈ ദിവ്യകാരുണ്യത്തിന്റെ സ്പർശനത്താൽ സൗഖ്യം നൽകി നന്ദി പറയുന്ന കർത്താവേ, തത്സമയം സൗഖ്യങ്ങൾ നൽകട്ടെ. ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവർ ആശ്രയിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. രോഗം സൗഖ്യമാകട്ടെ, സൗഖ്യമെന്നിൽ നിറയട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമെന്നിൽ നിറയട്ടെ. രോഗം സൗഖ്യമാകട്ടെ, ജീവനോതുക, ജീവദായക, ജീവനാളമായിരുന്നു തീരുവാൻ. സ്നേഹത്തോടെ പാടാം. ഇപ്പം ജീവിത സമ്മർദ്ദങ്ങളാണ് ഇനി പ്രാർത്ഥനയ്ക്ക് സമർപ്പിക്കുന്നത്. ജോലിയില്ലാത്തവരെ, നമ്മുടെ ജോലി ഓർക്കണേ. വീടില്ലാത്തവരെ, വഴിയില്ലാത്തവരെ, വെള്ളം പോലും കിട്ടാൻ മാർഗമില്ലാത്തവർ, ശുദ്ധമായ വെള്ളം പോലും കിട്ടാൻ മാർഗമില്ലാത്തവർ സമർപ്പിക്കുക. പരീക്ഷകളിൽ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എഴുതാൻ പോകുന്നവർ, പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, റീവാലുവേഷൻ റീകൗണ്ടിനും കൊടുത്തിട്ടുള്ളവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, സ്ഥല സംബന്ധമായ രേഖ മൂലമുള്ള പ്രശ്നങ്ങളിലും നിയമ തടസ്സങ്ങളിലും ഉൾപ്പെട്ടവർ, കേസിലകപ്പെട്ടവർ, കേസ് ഓർക്കുക, കേസിൻ്റെ ഡേറ്റുകൾ ഓർക്കുക, കേസ് കൊടുക്കണോ വേണ്ടിയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ ആ വിഷയം ഈശോയ്ക്ക് സമർപ്പിക്കുക. യാത്ര പുറപ്പെടാനിരിക്കുന്നവർ, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് യാത്ര പുറപ്പെടാനിരിക്കുന്നവർ,
ഏതെങ്കിലും പ്രത്യേകമായ കുരുക്കിൽ ചെന്ന് അകപ്പെട്ടിരിക്കുന്നവരെ, വിട്ടുമാറാത്ത വീട്ടുകലഹങ്ങൾ, പരസ്പരം ബന്ധമില്ലാത്ത ഭാര്യാഭർത്തക്കന്മാർ, വീണ്ടും വീണ്ടും അകന്നുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ അവരെ ബോധപൂർവ്വം അകത്തിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തികൾ, ദുർമാതൃകയ്ക്ക് അകപ്പെട്ട മക്കൾ, അവിടെ തെറ്റായ ബന്ധങ്ങൾ, വലിയ സാമ്പത്തിക ബാധ്യതകളിലെ മാനം നഷ്ടപ്പെടാൻ പോകുന്നവർ, ജീവിതമാർഗം മുട്ടിപ്പോയവർ എല്ലാം സമർപ്പിക്കണമെന്ന് പറയണം അച്ഛൻ പറയുമ്പോഴൊക്കെ. ഇനി എന്താ ജീവിക്കാനൊരു മാർഗമെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്നവർ, വിശ്വാസം കുറേശ്ശെയായിട്ട് ക്ഷയിച്ചു പോയോ എന്ന് തോന്നണവർ, ശരീരത്തിൻ്റെ അലർജി രോഗങ്ങൾ, വിട്ടുമാറാത്ത പുഴുക്കടികൾ, സോറിയാസിസ്, താരൻ, ചൊറിച്ചൽ, കടച്ചിൽ, എരിച്ചിൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരേ ബേണിംഗ് ആയിട്ടുള്ള സെൻസേഷൻസ് ഒക്കെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവിടെ തളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ശരീരത്തിൽ വീണ്ടും മുഴകൾ പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഗർഭാധാനത്തിനുള്ളിലെ മുഴയാകാം, പ്രശ്നമുള്ള മുഴയാകാം. ഈ ആരാധന അത് സുഖപ്പെടും. അതിശക്തമായ ശ്രുതികട്ടെ. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. വിട്ടുമാറാത്ത രോഗങ്ങൾ, മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ, ജീവിതത്തിലെ സങ്കടങ്ങൾ, ശാരീരിക രോഗ ദുരിതങ്ങൾ, വ്രണങ്ങൾ, യഥാവേ ഭുജങ്ങൾ, യഥാവേ ദിവാശ്രം ദിവസമായ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കണമേ. കർത്താവായ ദൈവമേ, സൗഖ്യം പ്രാപിക്കണമേ. ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ സ്പർശിക്കണമേ. ഈശോയെ ഇപ്പോൾ എല്ലാ നിയോഗങ്ങളും അങ്ങേറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തിയേകൂ, ഒരുമിച്ച് പാടുക. നീ വന്നു സൗഖ്യമേകൂ, കരങ്ങളെ യേശുവിലേക്ക് നീട്ടിക്കൊണ്ട് പാടാം. നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. നീ വന്ന് ശാന്തിയേകൂ, നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. തിരുവോസ്തിയിൽ വാഴുമീശോ, തിരുമുൻപിലണയുന്നു ഞങ്ങൾ. ഉരുകുന്ന ഹൃദയത്തിൻ നൊമ്പരങ്ങൾ കരതാരിലേക്കുന്നു ഞങ്ങൾ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാക്കൂ. സന്തോഷമായി നേർച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തു എടുക്കുക മക്കളെ.
കൃപാസനത്തിലെ ആരാധന കുടുംബം എൻ്റെ മക്കൾ എപ്പോഴും മനസ്സിലാക്കണം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരിടത്താണ് നമ്മൾ. ഞാൻ സത്യം പറയുകയാണ്, കർത്താവിൻ്റെ പുറകിലും അമ്മയുടെ മുമ്പിൽ നിന്ന് പറയുകയാണ്. ബലിപീഠത്തെ തൊട്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടതൊരു ആകസ്മികമായ സംഭവമായിപ്പോയി. ഇപ്പം ഇങ്ങനെ നമ്മൾക്ക് 9 പ്രാവശ്യം ഒരു മാസം 9 സാക്ഷ്യങ്ങളല്ലേ നിങ്ങൾ കേൾക്കണത്. 1, 2, 3 എന്നും പറഞ്ഞിങ്ങനെ എത്രയോ സാക്ഷ്യങ്ങൾ ആൾക്കാർ പറയണത്. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉള്ള വിഷയങ്ങൾ പരിശുദ്ധ അമ്മ ഇടപെടുന്നുണ്ട്. പിന്നെ ദൈവത്തോട് എങ്ങനെ വ്യാപരിക്കാനും കഴിയും, അർത്ഥവത്തായിട്ട് എങ്ങനെയാണ് വ്യാപരിക്കേണ്ടതെന്നുള്ളത് സുവിശേഷ പ്രഭാഷണ സമയം മക്കൾക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം വെച്ച് നിങ്ങൾ വളരണം, ദൈവത്തിൽ വളരണം. വീട്ടിൽ പോയിരുന്നുണ്ട് ആ യൂട്യൂബൊക്കെ ഒന്ന് വീണ്ടും ഇരുന്ന് കേൾക്കണം. ആ പറഞ്ഞ വചനങ്ങളെല്ലാം പോളിഷ്ഡായിട്ടുള്ള ഒരു വചനങ്ങളില്ല, എല്ലാം വ്യക്തിപരമായ ജീവിതവുമായിട്ട് ഡയറക്റ്റായിട്ട് രക്തത്തിൻ്റെ നിറം, വേർപ്പിൻ്റെ ഗന്ധമൊക്കെ ഉള്ള ജീവിത വചനങ്ങളാണ് കർത്താവ് നമുക്ക് പങ്കുവച്ച് തന്നത്. ശ്രദ്ധയോടെയാണ് ആ വചനങ്ങൾ കേൾക്കേണ്ടത്. വീണ്ടും കേൾക്കുന്നതിനെയല്ല, ഷെയർ ചെയ്യണം. എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യണം. എന്തിനാണ് ഷെയർ ചെയ്യണത്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ. ഉടമ്പടി പ്രകാരമാണ് നമ്മളത് ചെയ്യണത്. നമ്മൾ പത്രം വാങ്ങിച്ചു കൊടുക്കണ എന്താ കാര്യം? അത് ഷെയർ ചെയ്യണം. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കും. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പത്രം ചെയ്യുമ്പോഴൊക്കെ കർത്താവിൻ്റെ കൃപ നിറയാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ, പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. കൃപാസനം പത്രം ചെയ്യുന്നവരെ അഭിഷേകം ചെയ്യണമേ കർത്താവേ എന്ന് ഓർക്കണം. കൃപാസന സ്റ്റാഫിനെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നല്ല ആധ്യാത്മിക അഭിഷേകമുള്ള പ്രേക്ഷിത ചൈതന്യമുള്ള സ്റ്റാഫിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ജപമാല റാലി ശനിയാഴ്ചയാണ്. ഒരു വലിയൊരു ഭാഗ്യമാണ് ശരിക്കും. നമ്മൾ ആയിരക്കണക്കിന് മക്കൾ ജപമാല ഏന്തി ദൈവവചനം അധരം കൊണ്ട് ഉദ്ഘോഷിച്ച് വിശ്വാസം പ്രഖ്യാപിച്ച് ഈ സ്നേഹത്തിൻ്റെ ഒരു ആധ്യാത്മിക യാത്ര, ഒരു തീർത്ഥാടനമാണ്. 7 മണിക്ക് തന്നെ തുടങ്ങും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും തുടങ്ങും. അനുകൂലമായ കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. KCBC കരിസ്മാറ്റിക് കമ്മീഷൻ ചെയർമാൻ സാമുവൽ ഇരണേവസ് പിതാവാണ് റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. ആലപ്പുഴ രൂപതാധ്യക്ഷൻ ജെയിംസ് ആനാപറമ്പ് പിതാവ് മാർപ്പാപ്പായുടെ നിയോഗമനുസരിച്ച് ഉള്ള പ്രത്യേക മിഷൻ സന്ദേശം നമുക്ക് നൽകും. കാര്യം അസാധാരണ മിഷൻ മാസമാണ് മാർപ്പാപ്പയുടെ നിയോഗമനുസരിച്ച് ഒക്ടോബർ മാസം. ആലപ്പുഴ രൂപതാധ്യക്ഷൻ അഭിനന്ദ സ്റ്റീവൻ പിതാവ് അധ്യക്ഷനായിരിക്കും. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇന്ന് തന്നെ സന്ധ്യയ്ക്കുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗം ഈശോനെ അറിയാത്തവരെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഉടമ്പടി ചെയ്തവർക്കും വചനം ഓൺലൈനിൽ കേൾക്കാനും ആരാധന കൂടാനും ഇതര രാജ്യങ്ങളിലുള്ളവർ കേൾക്കേണ്ടതാണ്. ഈ റാലി നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട്. അതപ്പോൾ നിങ്ങൾ അവരോട് പറയണം. കാര്യം അവരും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ
മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ലൈവ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാമല്ല, 1,00,000 രൂപയാണെങ്കിൽ ലൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രത്യേക ഏജൻസി കൊടുത്തിരിക്കുക. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലും അമേരിക്കയിലും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിലും ഒക്കെ ഇരിക്കുന്നവരും നമ്മുടെ രാജ്യം വിട്ടു നിൽക്കുന്നവരും ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്തവരെയും അവർ ജപമാല എടുത്തിട്ട് അവരുടെ ടൈം അനുസരിച്ച് കൊണ്ട് ഇതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ച് പങ്കുചേരാൻ വേണ്ടിയാണ്. ജനങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇത്രയും ആൾക്കാർ പങ്കെടുക്കണമല്ലേ. ഇത് ലൈവ് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങളിനി വരാതിരിക്കരുത്. ഇത് നമ്മളിവിടെ വന്ന് പങ്കെടുക്കുന്നതിൻ്റെ ഫലമെന്ന് പറയുന്നത് വേറെ ഒരു കാര്യം. ഇത് യാതനായാത്രയാണ് നമ്മൾ നടത്തുന്നത്. അതിന് നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടിയും ഒക്കെയാണ് ഇത് ലൈവ് ചെയ്യണത്, നിവൃത്തിയുള്ളവർക്ക് വേണ്ടിയല്ല. ഷാലോമിലും ഗുഡ്നസ്സിലും നമ്മുടെ മരിയൻ ഉടമ്പടി ധ്യാനമുണ്ട്. മാസത്തിൽ 2 പ്രാവശ്യം എന്നുള്ളത് കൂടണം. ബാക്കി ധ്യാനങ്ങൾ ചിലർ ധരിച്ചിരിക്കണത് ഇവിടെ ചിലരുടെയൊക്കെ പേപ്പറിൽ കണ്ടപ്പോൾ നോക്കിയപ്പോൾ അത് ഉടമ്പടി പുതുക്കിയിട്ടില്ല, പക്ഷെ നേർച്ച വസ്തു മേടിച്ചായിട്ട് കാണുന്നുണ്ട്. തെറ്റിദ്ധാരണയിൽ വന്ന് പെട്ടിട്ടുള്ളതായിരിക്കും. കാര്യം രാജ്യത്തുള്ളവർ 1 പ്രാവശ്യമാണ് ഒരു മാസം കൃപാസനത്തിൽ വന്ന് ഇതുപോലെ നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കേണ്ടത്. ബാക്കി 5 ധ്യാനങ്ങളാണ് 2 ടി വിയിലും 3 ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കൂടേണ്ടത്. അപ്പോൾ ഇത് വരാൻ പോകുന്ന ഒരു പ്രശ്നം, ഇനി നേർച്ച വസ്തു കിട്ടണമെന്നുണ്ടെങ്കിൽ, ഉടമ്പടി തൈലം കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൂടിയാലേ. കാര്യം 90 ദിവസം നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ചില ആൾക്കാരുടെ സീനിയർ കാർഡൊക്കെ ഇരിപ്പുണ്ട്, നീല കാർഡുകളൊക്കെ ഉണ്ട്. നീലക്കാർഡ്, പിന്നെ നീലക്കാർഡ് ഫില്ലാകുമ്പോൾ വെള്ളക്കാർഡ്, സീനിയർ കാർഡ് വെള്ളക്കാർഡാണ്, വെള്ള പേപ്പർ. അപ്പോൾ വരുന്നൊരു വിഷയം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ഥിരം പ്രെയർ കൂടി 1 മാസം 1 പ്രാർത്ഥനയെങ്കിലും ഇവിടെ വന്ന് കൂടി നിൽക്കുന്നവർക്ക് മാത്രമേ. കാരണം 90 ദിവസമാണ്. 1-2 കൊല്ലമൊന്നും ഉടമ്പടി ടൈമല്ല, 1 കൊല്ലം പോലും ഉടമ്പടി ടൈം ഇല്ല. ഉടമ്പടി ടൈം 90 ദിവസം മാത്രമേ ഉള്ളൂ. എപ്പോഴും മറന്നു പോരും നിങ്ങൾ. പുതുക്കുന്നവർക്ക് അവർ പുതുക്കണത് എന്താണെന്നറിയാമോ? അവർ 2 കാര്യം സാധിച്ചു കഴിയുമ്പോൾ സാക്ഷ്യം പറയും. പിന്നെ അവർ ബാക്കി 2 കാര്യം കൂടി ചേർത്തിട്ടാണ് അവർ പുതുക്കണത്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഉടമ്പടി ടൈം എന്ന് പറയുന്നത് 90 ദിവസമേ ഉള്ളൂ. ജീവിതകാലം മുഴുവൻ ഉടമ്പടി വന്ന് നിങ്ങൾ കൃപാസനത്തിൽ വരണമെന്ന് അച്ഛൻ ആഗ്രഹിക്കത്തില്ലേ? കാര്യം ഉടമ്പടി ടൈം ബൈബിളിൽ 90 ദിവസം. പഴയ നിയമത്തിലും ഒബേദ് ഹെറോദിൻ്റെ വീട്ടിൽ വാഗ്ദാന പേടകം ഇരിക്കുന്നത് 90 ദിവസമാണ്. പരിശുദ്ധമ്മ വാഗ്ദാന പേടകമായിട്ട് എലിസബത്തിൻ്റെ വീട്ടിൽ ഇരിക്കുന്നത് 90 ദിവസമാണ്. ആ 90 ദിവസം കഴിയുമ്പോൾ ഉടമ്പടി പൂർത്തിയായി. പിന്നെ ചില ആൾക്കാർക്ക് സൗകര്യമുള്ളവർക്കാണ് അവർ പുതുക്കിയെടുക്കണത്. പക്ഷേ ഇനി നീലക്കാർഡ് ഒക്ടോബർ മാസമാകുമ്പോൾ എല്ലാത്തിനും ചേഞ്ച് ആകും. സ്റ്റാഫ് വരെ ചേഞ്ച് ആകും. എല്ലാ കൊല്ലവും ഒക്ടോബർ മാസത്തിൽ ഇപ്പോഴുള്ള സ്റ്റാഫെല്ലാം ചേഞ്ച് ആകും. അപ്പോൾ നിങ്ങൾ പുതിയ സ്റ്റാഫിന് ആവശ്യമുണ്ട്. ഇപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേണം. ക്വാളിഫൈഡ് അല്ലാത്ത മേഖലയിൽ ക്വാളിഫൈഡ് അല്ലാത്തവരുടെ സ്റ്റാഫ് വേണം. ഒക്ടോബർ മാസമായി കഴിഞ്ഞാൽ ഈ നീലക്കാർഡ് കിട്ടത്തില്ല. നിങ്ങൾക്ക് സാക്ഷ്യം ഇല്ലെങ്കിൽ ഉടമ്പടി നീലക്കാർഡിലേക്ക് മാറ്റത്തില്ല. ആളിന് എന്തോ കാര്യമായ തകരാറുള്ളതുകൊണ്ടാണ്. ഇങ്ങനെ നീളേണ്ട കാര്യമില്ലല്ലോ. ഉടമ്പടി രീതി അനുസരിച്ച് ഉടമ്പടി എടുക്കാവെന്ന് പറഞ്ഞാൽ മതിയല്ല, അപ്പം തന്നെ അടയാളം തുടങ്ങും. കാരണം ആൾ ക്ലിയറാണെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ. അപ്പോൾ ഇനി ഒക്ടോബർ മാസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാക്ഷ്യം പറഞ്ഞവരോ അല്ലെങ്കിൽ സാക്ഷ്യം എഴുതി അനുഭവം ആദ്യമേ തന്നെ കാണും.
ആ നീല പേപ്പർ തന്നെ കാണും, നിങ്ങൾ ഇന്ന കാര്യത്തിന് സാക്ഷ്യം പറഞ്ഞു എന്ന് അവിടെ കഴുതി നിങ്ങളുടെ ഒപ്പുണ്ടാവും. അപ്പോൾ സാക്ഷ്യം പറഞ്ഞാൽ മാത്രമേ നീലക്കാർഡിലേക്ക് മാറത്തുള്ളൂ. കാരണം നീലക്കാർഡ് സീരിയസാണ്. കാരണം ഉടമ്പടി, ദൈവമായിട്ടുള്ള ഉടമ്പടി 1 കൊല്ലം അന്തസ്സായിട്ട് കർത്താവുമായിട്ട് ജീവിച്ചതിൻ്റെ അടയാളമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആധ്യാത്മികമായിട്ട് ആ ആളത്രയും വളർന്നു കാണും. പക്ഷേ നീലക്കാർഡ് സൂക്ഷിക്കുന്ന ചില ആൾക്കാർ ആധ്യാത്മികമായിട്ട് വളരാത്തവരെ ഞാൻ കണ്ടുമുട്ടിയത് കൊണ്ടാണ് ഇപ്പോഴീ പ്രശ്നം വരാൻ കാര്യം. ഒക്ടോബർ മാസം വരെ കഴിഞ്ഞാൽ പിന്നെ നീലക്കാർഡ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവാനുഭവം ഉണ്ടായെന്ന് കൃപാസനത്തിന് ഉറപ്പുണ്ടാകണം. അതുപോലെ തന്നെ വെള്ളക്കാർഡുകളും ശ്രദ്ധിക്കണം, നല്ലതാണ്. നമ്മൾ ഇതര സംസ്ഥാനമുള്ളവർക്ക് റോസ് കാർഡും ഇതര രാജ്യങ്ങളുള്ളവർക്ക് യെല്ലോ കാർഡും കൊടുക്കുന്നുണ്ട് ഉടമ്പടിയുടെ. അവരത് ശ്രദ്ധിക്കേണ്ടത്, ഇതര സംസ്കാരമുള്ളവർ 3 മാസം കൂടുമ്പോഴാണ് കൃപാസനത്തിൽ വന്ന് ആരാധന കൂടേണ്ടത്. 3 മാസം കഴിയുമ്പോൾ. അപ്പോൾ അവർക്ക് മാസം മാസം വരേണ്ട കാര്യമില്ല. തമിഴ്നാട്ടിലും കർണാടകയിലും ഗുജറാത്തിലുള്ളവർക്ക് മാസം മാസം വരേണ്ട കാര്യമില്ല. അവരത്ര കാര്യമല്ലേ. അപ്പോൾ അവർ പക്ഷേ 90 ദിവസം ഉടമ്പടി ദിവസമാണത്. 90 ദിവസം കഴിയുമ്പോൾ വരണം. യൂറോപ്പിലുള്ളവർക്ക് 1 കൊല്ലം കഴിയുമ്പോഴാണ് വരേണ്ടത്. അവർ യൂറോപ്പിലാണ് അല്ലെങ്കിൽ അമേരിക്കയിലാണെന്ന് പറഞ്ഞവർ ഉടമ്പടി എടുത്തിരിക്കുന്നത്. എന്നിട്ട് അവർ അതും കൊണ്ട് തൈക്കാട്ടുശ്ശേരി വരും. അതാണ് കള്ളത്തരം. അതൊന്നും നടക്കത്തില്ല. നിങ്ങൾ എന്തെല്ലാം വിഷയമാണെങ്കിലും അത് അച്ഛൻ്റെ അടുത്ത്, അച്ഛനെ കാണുന്നതൊന്നും ഉടമ്പടിയുടെ വിഷയമല്ല. അച്ഛനെ കാണുന്നത് ഉടമ്പടി ചെയ്യേണ്ടി. ഇവിടെ ആൾക്കാർ ഇന്ന് എന്തുമാത്രം ആൾക്കാർ അച്ഛനെ കാണും. രോഗികൾക്ക് ഉടമ്പടി പോലും ഇല്ല ഇവിടെ. പിന്നെ ഇനിയൊരു പ്രശ്നത്തിൽ ചില കള്ളത്തരം കാണിക്കുന്ന രോഗികളാണെങ്കിലും കള്ളത്തരം കാണിക്കും ചില ആൾക്കാർ. എന്നുവെച്ച് കഴിഞ്ഞാൽ അവരായി 5 മണിയാകുമ്പോൾ ഓടി വരും. അങ്ങനെയൊക്കെ ചെയ്യരുത്. രോഗികളാണെങ്കിൽ അവർക്ക് ഇവിടെ ഉടമ്പടി എടുക്കാതെ പ്രാർത്ഥിക്കും. പക്ഷെ അവർ ഈ പ്രാർത്ഥനയ്ക്കെങ്കിലും വന്ന് പങ്കെടുക്കണം. അതാണ് മര്യാദ എന്ന് പറയണത്. അപ്പോൾ അത് പ്രത്യേകം അങ്ങനെയുള്ളവർക്ക് ഇനി നമ്പർ കിട്ടത്തുള്ളൂ. കാര്യം ഈ പ്രാർത്ഥനയ്ക്കെങ്കിലും ഇപ്പോഴും അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ഈ ഒരു ആരാധനയ്ക്കെങ്കിലും കൂടാനുള്ളൊരു വിശ്വാസം അവർക്കുണ്ടാകണം. അല്ലെങ്കിൽ ഒക്കടെ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കാണാൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്യരുത്. ഇടദിവസങ്ങളിൽ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. പക്ഷേ എന്താണ്, അവർ ഇടദിവസങ്ങളിൽ വന്ന് ഉടമ്പടി എടുക്കണം. ഇന്ന് മാത്രമേ രോഗികൾക്ക് ഉടമ്പടി എടുക്കേണ്ട ആവശ്യമില്ലാതെ ഉള്ളൂ. ഇടദിവസങ്ങളിലും ക്യാൻസർ രോഗികൾക്ക് പ്രാർത്ഥനയുണ്ട്. പക്ഷേ അവർ ഉടമ്പടി വന്ന് എടുത്തിട്ട് വേണം ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് അച്ഛനൊരു ടൈം എടുക്കുക. അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. നമുക്ക് സ്ഥലം ആവശ്യമാണ്. ധ്യാന കേന്ദ്രം ഇവിടുന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യണം. അപ്പം അതിന് സ്ഥലം, നിങ്ങളുടെ സ്ഥലമൊക്കെ വിൽക്കുമ്പോൾ സ്ഥലം വാങ്ങിച്ചു തരാൻ 1 സെൻറ്റോ 1/2 സെൻറ്റൊക്കെ വാങ്ങിച്ചു തരാൻ പറ്റുന്നവർ മാതാവുമായിട്ട് ഒരു നേർച്ച നേരണം. നല്ലതാണ്. നമ്മുടെ ഇവിടുത്തെ അവസ്ഥ കണ്ട ഇന്ന് ഏറ്റവും മോശം ദിവസമാണ്. എന്നിട്ടും ആൾക്കാർ ഇങ്ങനെ നിൽക്കണത്. രാത്രി മുഴുവൻ പെയ്യും, മഴ പെയ്യും. ഞാൻ അവിടെ നിന്ന് നടക്കത്തില്ലെന്ന് പറഞ്ഞത്. കാര്യം ഇവിടെ നിന്ന് പെയ്യായിരുന്നു. 12 മണിക്കൂർ മഴ നിന്ന് പെയ്യായിരുന്നു. ഇപ്പം ഞാനോടത്ത് നിന്ന് ആൾക്കാരും വരത്തില്ല, പ്രാർത്ഥനയും നടക്കത്തില്ലെന്നാണ്. എന്നിട്ട് പോലും കൃപാസനം നിറയെ ആളാണ്. അപ്പം അത് നമ്മുടെ സ്ഥലപ്രശ്നം നമുക്ക് പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ധ്യാനം ഉടമ്പടി മാറ്റാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ ആയത് കാരണം ഇവിടെ ഉടമ്പടി 24 മണിക്കൂർ 360 ദിവസം നടക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും. പക്ഷേ ഇതുപോലെ കൺവെൻഷൻസ് ധ്യാനം മാറ്റും പുതിയ സ്ഥലത്തേക്ക്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ലൈറ്റൊക്കെ അതിൻ്റെ പേർ റിക്വസ്റ്റ് ഓൺലൈനിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ റാലി നടത്തുന്നത്. അപ്പോൾ 5 ലക്ഷം ജപമാലയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് കൃപാസനത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആസ്തിയാണ്. അതിൽ നിന്ന് അവർക്കും ആനുകൂല്യം അനുഗ്രഹം ലഭിക്കും. നമുക്ക് മറാത്തി പത്രമുണ്ട്, ഹിന്ദി പത്രമുണ്ട്, ഉറുദു, തെലുങ്ക്, കന്നഡ പത്രം, തമിഴ്,
ഇംഗ്ലീഷ് പത്രം. ഇത് ഇതര ഭാഷയിലുള്ള ഇത്രയും പത്രങ്ങൾ ഓഫീസിൽ നിന്ന് കിട്ടും. അതാത് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന മലയാളികളും ആ ഭാഷയിലുള്ള പത്രങ്ങൾ വാങ്ങിച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സമാപന ആശീർവാദമാണ്. ബാക്കി പ്രദേശത്ത് പറയും. നേർച്ച വസ്തു എടുത്ത് പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലുക. Lord Jesus Christ, ദൈവത്തിൽ Lord, infuse His blood and with the authority of the Catholic Church, with the merit of some holy priest, Lord Jesus Christ, for our Jesus. The fire of Him can soak with the precious blood and with the authority of the Catholic Church, the power of Jesus Christ, with the merit of some holy priesthood, I bless the Holy Relics, those who have grace and peace and power. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് വീണ്ടും സമാപന ആശീർവാദം, ദിവ്യകൃപയുടെ ആശീർവാദം സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. വിവിധ ദുരിതങ്ങളും സങ്കടങ്ങളും ഏറ്റെടുക്കുക ഈശോ. ഹല്ലേലൂയ. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കുകയാണ്. തീരാവേദനയിൽ കഴിയുന്നവര്, മനോവീരിൽ കഴിയുന്നവര്, സങ്കടത്തിൽ കഴിയുന്നവര്, കടക്കണിയിൽ കഴിയുന്നവര്, ജീവിത വിഷമതയിൽ കഴിയുന്നവര്, ഇപ്പോൾ സമർപ്പിക്കുന്ന യോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി നിറയുകയാണ്. ദൈവത്തിന്റെ കൃപ ചൊരിയപ്പെടുകയാണ്. അനുഗ്രഹം വർഷിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ സ്പർശിക്കണമേ. ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ സ്പർശിക്കണമേ. ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ സ്പർശിക്കണമേ. ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ സ്പർശിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്,